പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ എനിക്ക് ആദ്യമായി ഒരു ഐഡിയ പറഞ്ഞു തന്നത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാറായിരുന്നു. ആ സാറ് പറഞ്ഞു, ഇന്നത്തെ ലോകത്തെ ഭാഷ എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. അപ്പം നിങ്ങൾ ആ ടെക്നോളജി യൂസ് ചെയ്ത് ഏത് വിധേനയും സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അന്ന് മുതലേ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. പക്ഷേ എങ്കിൽ പല സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളാൽ അത് തടസ്സപ്പെടുകയും പിന്നെ എനിക്ക് മുമ്പേ തുടങ്ങിയ പല ആൾക്കാരുടെയും അനുഭവങ്ങൾ അറിഞ്ഞപ്പം ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പേ ആ ദേവദാസൻ്റെ ക്ലാസ് ഒന്നുകൂടെ എടുക്കുവാൻ സാധിച്ചു. അന്ന് ആ ദേവദാസൻ ഒന്നുകൂടെയും പറയാനിടയായി, ഇന്നത്തെ ഭാഷ ടെക്നോളജിയാണ്. ടെക്നോളജി യൂസ് ചെയ്ത് ഏത് വിധേനയും ദൈവനാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇടയാകണം. അപ്പം അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പോഡ്കാസ്റ്റ് കേട്ടോണ്ടിരുന്നുണ്ട്. അതിൻ്റെ അകത്തൊന്നും സെയിം തിങ് പറയുകയുണ്ടായി. പിന്നെ ഒരു പ്രാവശ്യം ഒരു മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് ആ ദേവദാസനും അതിൻ്റെ അകത്തോട് സെയിം കാര്യം പറയാൻ ഇടയായി. പിന്നെ ഒരു ദിവസം എനിക്കൊരു ഡ്രീം കിട്ടിയത് ഒരു സ്വപ്നം കാണുവാനിടയായി യൂട്യൂബ് ചാനലിൻ്റെ ഇതിനെപ്പറ്റി. അപ്പം അങ്ങനെ കുറേ ഇതായപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, ഈ അറിഞ്ഞ അറിവുകളും ഒക്കെ മറ്റുള്ളവരോട്ട് എത്തിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഈ ഒരു മാർച്ച് മാസം അവസാനത്തോടുകൂടി എനിക്കൊരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിൽ ചേരുവാനിടയായി. ആ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിലെ ഓരോ വാക്യങ്ങളെടുത്തിട്ട് അതിൻ്റെ ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ അതിനെ യൂസ് ചെയ്തിരിക്കുന്നത് ഡിക്ഷണറിയും എൻസൈക്ലോപീഡിയയും മാപ്പും ബാക്ക്ഗ്രൗണ്ട് കമൻട്രീസും അല്ലാത്ത കമൻട്രീസൊക്കെ ഇങ്ങനെ യൂസ് പലരായിട്ട്. അപ്പം മെജോറിറ്റി ആൾക്കാരെ ഈ യഹൂദന്മാരും യഹൂദയിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത ആൾക്കാർ. അപ്പം അവർക്കൊക്കെ ഈ കബാല എന്ന് പറഞ്ഞാൽ അതിൽ നല്ല അറിവുണ്ട്. ചില ആൾക്കാർക്ക് മിഷ്ന, മിദ്രാഷ്, തൽമൂദ് അതിലൊക്കെ നല്ല. അപ്പോൾ എല്ലാ ആൾക്കാരും കുറച്ച് ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ചാനൽ, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചേരുവാനിടയായി. അപ്പം ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ അകത്ത് ഈ ഓൾറെഡി ചിലപ്പം യൂട്യൂബിൻ്റെ അകത്ത് ആ ഗ്രൂപ്പിലെ ആൾക്കാർ ഹീബ്രുവിലും ഇംഗ്ലീഷിലൊക്കെ മറ്റുള്ള ഭാഷകളൊക്കെ തുടങ്ങി കാണാൻ ചാൻസ് ഉണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഒരു യൂട്യൂബ് മലയാളത്തിലൊരു ഇങ്ങനൊരു ചാനൽ ചെയ്തു കൂടാന്ന് ഇപ്പം എൻ്റെ മനസ്സ്. അതിന് ശേഷമാണ് ഈ ദേവദാസിൻ്റെ ക്ലാസ് എടുക്കാനും. അപ്പോൾ അങ്ങനെ വൺ ലീഡ് ടു അനദർ. അപ്പോൾ ഫൈനലി ഡിസൈഡ് ചെയ്തു ഒരു യൂട്യൂബ് ചാനൽ ഇട്ടാലോ ഇടയാക്കി. അപ്പം എനിവേ, ദൈവത്തിൽ ആശ്രയിച്ച് കുറേ നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ നാമമാണെങ്കിലേ ഇടാവുള്ളൂ. കാരണം എനിക്കൊത്തിരിയും കുറവുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയിൽ ഞാൻ അത്ര മിടുക്കനല്ല ഒത്തിരിയും. ഇതുകൊണ്ട് അപ്പം നിങ്ങൾ ഇതിപ്പം തുടർന്ന് നടക്കുവാണെങ്കിൽ എൻ്റെ ഭാഷയുടെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് എഡിറ്റിങ് അറിയത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും എഡിറ്റ് ചെയ്ത് കളയാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുമായിരുന്നു. എനിവേ, ഇതിൻ്റെ ഇടയ്ക്ക് ഇതുകളൊക്കെ ഉണ്ടാകും, തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. ദൈവനാമത്തെ ക്ഷമിക്കണം. പിന്നെ ഇത് ഈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങുന്ന ആരെയും വേദനിപ്പിക്കാനോ കുറ്റം പറയാനോ ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ വന്ന സന്തോഷം, അതായത് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ചേർന്ന് എന്ത് കഴിഞ്ഞു ഒരു 4-5 ദിവസത്തോളം
ഒരു ഇതും വന്നില്ല, ഒരു ഒന്നും ആരും പോസ്റ്റ് ചെയ്തില്ല. അത് കഴിഞ്ഞ് ഒരു ഫ്രൈഡേ സാറ്റർഡേ എനിക്ക് അവധിയായിരുന്നു. ഒന്നും ബൈബിൾ വായിക്കാനോ ഒന്നും പ്രയാണപ്പെടാനോ ഒന്നും സാധിച്ചില്ല. അപ്പം സാറ്റർഡേ നേരത്തെ ഞാൻ കയറി കിടന്നു, ഉറങ്ങി. കഴിഞ്ഞ് സൺഡേ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പിൻ്റെ അകത്തുനിന്ന് ബെറഷീത്ത് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിൻ്റെ അർത്ഥം 2-2.5 മണിക്കൂറോളം വായിച്ചാൽ തീരാത്ത അർത്ഥം ഒറ്റ വേർഡിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് ഞാൻ സൺഡേ മോർണിംഗ് ഒരു 6:30 ആയപ്പം തൊട്ട് വായിച്ച് ഈ വായിക്കുവാനും അത് കഴിഞ്ഞ് ചർച്ചിൽ പോയി കഴിഞ്ഞ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരുന്നു വായിക്കുവാനും ഇടയാക്കി. അതൊരു 3-4 പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലായത്. കാരണം എൻ്റെ ബുദ്ധിക്കാട്ടി അധീനമായ സംതിങ് പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. കാരണം എനിക്ക് ഈ യഹൂദ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല. ഹീബ്രുവും ഗ്രീക്കും ഒരു ബേസിക് ക്ലാസ്സുകൾ എടുത്തിട്ടേ ഉള്ളൂ, അല്ല ഡീപ്പായിട്ടുള്ള എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഈ അർത്ഥങ്ങളൊക്കെ വായിച്ച് ഓരോന്നോരോന്ന് മനസ്സിലാക്കാൻ ഒത്തിരി പാടുപെട്ടു. അത് മാത്രമല്ല ഈ അവർ നൽകിയ ആ സെയിം ലെവലിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ പണ്ട് ഡാലസ് തിയോളജിക്കൽ സെമിനാറിലെ സാറ് പറയുണ്ടായി, ഒരു ഐസ്ബർഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടിപ്പിൻ്റെ അതിൻ്റെയും ആ ടിപ്പിന് ഒരു ഐസ്ബർഗ് ഉണ്ട്, അതിൻ്റെയും ടിപ്പിൻ്റെ അത്രയുമേ അറിവുകളെ ഇതുവരെയായിട്ടും വെളിയിലുള്ളൂ. അപ്പം അതിൻ്റെ മൂന്നാമത്തെ ഒരു ടിപ്പുണ്ടെങ്കിൽ ആ ടിപ്പിൻ്റെ അത്രയും ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുള്ളെന്ന് പറയുകയുണ്ടായി. അപ്പം അത്രയ്ക്ക് അപ്പം ആദ്യം ഞാൻ ഗ്രീക്ക് കമൻട്രി വായിച്ചു തുടങ്ങി. പിന്നെ ബൈബിൾ സ്കൂളിൽ പോയപ്പം കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവലായി. അത് കഴിഞ്ഞ് എനിക്ക് ഈ ഹീബ്രു ഗ്രീക്ക് ക്ലാസ്സിലെടുത്തു. അപ്പം ആ ഭാഷയിലെടുത്തപ്പോൾ there's more meaning ഉണ്ടെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് യഹൂദന്മാരുടെ ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഒത്തിരി ഓരോ ലെവൽ ബൈ ലെവൽ ഇങ്ങനെ അർത്ഥങ്ങൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചൊക്കെ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ ഞാൻ അറിയുന്നതിലും കൂടുതൽ ഉണ്ട്. your word is deeper than anything else. അപ്പം ഒത്തിരി ആഴത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പം ഈ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് ഉള്ളത്. അപ്പം എൻ്റെ ഭാഷയുടെ കാര്യത്തിലായാലും ഇപ്പം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ ഫാമിലിയിലെ ഒരു കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് അവരോട് ഷെയർ ചെയ്തപ്പം അവർക്കൊന്നും മനസ്സിലായില്ല. അവരുടെ തലയുടെ മേൽ കൂടെയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നി. ഒന്നും മനസ്സിലായില്ലെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായി. എന്നെ അറിയാവുന്ന എപ്പോഴും അവരോട് ഷെയർ ചെയ്യുന്ന അവർക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരു വെളിയിലുള്ള ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? ആ പേടിയും ആ ഭയം. കാരണം ശരിക്കും ആശയം മനസ്സിലായില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഒത്തിരി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ദൈവത്തിൽ ശരണപ്പെട്ട് തുടങ്ങിയാണ്. ആദ്യം തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു വാക്യം വായിക്കാം എന്ന് വിചാരിക്കുന്നു. ആ വാക്യത്തിന് ആധാരമായി സങ്കീർത്തനം 12:6 വാക്യത്തിനകത്ത് the word of the Adonai is pure words, like silver refined in furnace, on the ground purified 7 times. ഉലയിൽ 7 പ്രാവശ്യം ഊതി പ്യൂരിഫൈ ചെയ്ത സിൽവർ പോലാണ് ദൈവവചനം എന്ന സങ്കീർത്തനം 12:6
നമുക്ക് വായിക്കാൻ ഇടയാകുന്നുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ ഇനിയും പറയാൻ പോകുന്നതും വചനത്തിൻ്റെ അകത്ത് തെറ്റില്ല. ഒറിജിനൽ ഇത്. എന്നാൽ ട്രാൻസ്ലേഷൻ്റെ അകത്തും അങ്ങനെയുള്ളതിൻ്റെ അകത്തും ഹ്യൂമൻ എറേഴ്സ് കുറച്ചുണ്ട് എന്ന് ഉള്ളതാണ് പറയാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ വീഡിയോക്കകത്ത്. രണ്ടാമത്തെ വീഡിയോക്കകത്ത് ജെനസിസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, കുറച്ച് ബാക്ക്ഗ്രൗണ്ട്, ഇൻട്രൊഡക്ഷൻ അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആദ്യത്തെ വാക്യത്തിലോട്ട് കടക്കാം. കാരണം ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയിൽ ഇപ്പോഴും 4-ാം ദിവസം കഴിഞ്ഞ് 5-ാം ദിവസത്തിലോട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ അവിടെ യുദ്ധമൊക്കെ ഉള്ളതുകൊണ്ട് 5-ാമത്തെ ഇതിലോട്ട് തുടങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഓരോ ആഴ്ച ഓരോ വീഡിയോ ആയിട്ടൊക്കെ ഇടാൻ ശ്രമിക്കാം. എനിക്കറിയത്തില്ല എങ്ങനെയായിരിക്കുമെന്ന്, ശ്രമിക്കാം. ഓക്കെ. അപ്പം ആദ്യത്തെ വാക്യം നമ്മൾ സങ്കീർത്തനം 12:6 വാക്യത്തിനകത്ത് ദൈവവചനം പ്യൂറാണ് വാക്യടയ്ക്കുക. അതേപോലെ പ്രോവേഴ്സ് സദൃശവാക്യം 9:10 അകത്ത് വായിക്കാൻ ഇടയാകുന്നുണ്ട്. ഫിയർ ഓഫ് ദ Adonai, fear of the Lord is the beginning of wisdom, and knowledge of the Holy One is the insight. അപ്പം ദൈവത്തെപ്പറ്റി അറിയുന്നത് ഒത്തിരി, ആ അറിവാണ് ഏറ്റവും നല്ല അറിവ്. അപ്പം അങ്ങനെ പറയുമ്പം ഒരു ജ്ഞാനം ഒത്തിരി അറിയുന്നത് തെറ്റാണെന്നൊക്കെയുള്ള ഒരു നമ്മുടെ സമൂഹത്തിലൊരു ഇത് ഉണ്ട്. ബുദ്ധി കൂടി പോകുന്നതും അല്ല, ഒത്തിരി അറിയുന്നതും ഒത്തിരി അറിയാൻ ശ്രമിക്കുന്നതൊക്കെ. അതൊന്നും ദൈവം എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന ദൈവവചനം ഒരു അറിയാൻ ശ്രമിക്കുന്ന ഒരു നല്ല കാര്യമായിട്ടാണ്. അതൊക്കെ അറിവ് ചേർപ്പിക്കും, സമ്മതിച്ചു, അത് സമ്മതിച്ചെങ്കിൽ ദൈവവചനം അറിയുന്നത് ഒത്തിരി ഇപ്പം ഞങ്ങൾ പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിക്ക് ഒരു പാർക്കറിൻ്റെ പേന കിട്ടി. അപ്പോൾ ഈ പേന അദ്ദേഹം ഒരു വലിയ കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്തത്. എല്ലാ ദിവസവും പോക്കറ്റിൽ കാണും, അത് വേറെ ആർക്കും കൊടുക്കത്തില്ല എഴുതാൻ. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പം അദ്ദേഹം പറയാനിടയാക്കി അത് കരയുന്നതായിട്ട്. അപ്പം ആ ആളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായ അനുഭവങ്ങളും ഒരു പാർക്കറിൻ്റെ പേന വെച്ച് എഴുതാൻ ആഗ്രഹിച്ച സമയത്ത് കിട്ടാഞ്ഞതും അതുമൂലം ഉണ്ടായ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്യാനാക്കി. അപ്പം ആ പാർക്കറൊക്കെ പേന കിട്ടിയത് ഒരു വലിയ കാര്യമാണ്. എന്ന് പറയുന്ന പോലെ ഓരോ പ്രാവശ്യം ഓരോ ന്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ വചനത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എനിക്കും എനിക്ക് ആ സന്തോഷം പറഞ്ഞാൽ തീരാത്ത വണ്ണം, മനസ്സിലാകാത്ത വണ്ണം. അപ്പം അതുകൊണ്ടൊക്കെ ചില സമയത്ത് ഞാൻ ചർച്ചയിൽ നിന്നൊക്കെ ചർച്ചയിൽ ഇരുന്നിട്ടും എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോയി വെളിയിൽ പോയിരുന്ന് ഇത് വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് ആദ്യമായിട്ട് ചർച്ചയിൽ നിന്നൊരു ഒരാൾ എന്നോട് പറയുണ്ടായി, പിന്മാറ്റത്തെ പറ്റി പറയുണ്ടായി. പിന്മാറ്റം എന്ന് പറഞ്ഞൊരു സംഭവമേ അല്ല, പക്ഷേ എങ്കിലും ആ സന്തോഷം എനിക്ക് എനിക്ക് എങ്ങനെ കണ്ടൻറ്റ് ചെയ്യണമെന്നും സന്തോഷം പറഞ്ഞറിയിക്കണമെന്നോ അറിയത്തില്ല. അത്രയ്ക്ക് ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അറിയാൻ ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒത്തിരി വായിച്ച് ഞാൻ അറിഞ്ഞ് വലിയ ആളായിരിക്കണം എന്നുള്ള അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അപ്പം എനിവേ വേർഡ് വായിക്കാനിടയായി ദൈവവചനം 7 times പ്യൂരിഫൈ ചെയ്ത ഒറിജിനൽ ട്രാൻസ്ലേഷൻ്റെ അകത്ത് ഒന്നും തെറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ദൈവവചനം ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അപ്പം അതിനും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, പക്ഷേ എങ്കിലും ഭയം എന്ന് പറയുന്നത് ദൈവത്തെ പേടിച്ചിരിക്കുന്ന ഒരു റെവറൻസ് ടു ദ അഡോണായി ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം പറയണ്ടേ. എനിവേ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ സുഖസുതാവേ അല്പസമയം വചനമായി ദൈവമേ അപ്പച്ച ഈ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഇത്രത്തോളം കൊണ്ട് എത്തിച്ചത് അപ്പച്ച പിതാവാണ്. ദൈവമേ പിതാവേ ഞാനെന്തൊക്കെ പറയണമെന്ന് ദൈവമേ അപ്പച്ചൻ തീരുമാനിച്ച് ഹോളി സ്പിരിറ്റിനാൽ എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യണമേ. ദൈവവചനം നല്ലതായിട്ട് ഇതാരെ ഹേർട്ട് ചെയ്യാനോ മനപ്രയാസവും ദുഃഖവും ഒന്നും ഇടയാകരുതേ. എല്ലാം നന്മയ്ക്കായി മാത്രമേ വരാവുള്ളേ. ഇതറിയുന്നത് അനേക പേർക്ക് പ്രയോജനമായി തീരുവാനും ദൈവത്തെ കൂടുതലായി അറിയാനും ആ ദൈവ സന്തോഷം അവരിൽ വരുവാനും ഇടയാക്കണമേ. ദൈവനാമം മഹത്വപ്പെടുവാൻ മാത്രമേ ഇടയാകാവുള്ളൂ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല കാര്യങ്ങളും അപ്പച്ചൻ ഫലമേൽപ്പിക്കുന്നു യേശുവാണ് സത്യം. ആമേൻ. ഓക്കെ, നമ്മൾ ഒരു കോട്ട് വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം. പണ്ട് NT റൈറ്റ് പറയാനിടയായി, ഡോണ്ട് റീഡ് ഫസ്റ്റ് സെഞ്ചുറി അല്ലെങ്കിൽ പഴയ നിയമ കാലത്തെ BCE, ബിഫോർ ദ ക്രൈസ്റ്റ്, ആ സമയത്തെ കാര്യങ്ങൾ 21-ാം നൂറ്റാണ്ടിലെ കാഴ്ചപ്പാടിൽ വായിക്കരുതെന്ന് പറയാനിടയായി. ഞാൻ അന്ന് നടന്ന സംഭവങ്ങളും അന്നത്തെ എഴുത്തുകളും ആ കാലഘട്ടത്തിലോട്ട് പോയി ചിന്തിച്ച് നമ്മൾ ആ കാലഘട്ടത്തെ രീതി വേണം വ്യാഖ്യാനിക്കാൻ. അല്ല നമ്മളുടെ ഇന്നത്തെ 21-ാം സെഞ്ചുറിയിലായിട്ട് അതാക്കി കഴിഞ്ഞാൽ തെറ്റുകളുണ്ടാവും എന്ന് പറയണ്ടായി. അപ്പം ഇതിനെ ആസ്പദമാക്കി ഒരു ബുക്ക് കെന്നത്ത് ബെയ്ലി എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ എഴുതുകയുണ്ടായി. ആ ദേവദാസൻ ആദ്യം അമേരിക്കയിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് മിഡിൽ ഈസ്റ്റിൽ പോയപ്പം ഒരു ടോട്ടലി ഡിഫറെൻറ്റ് കൾച്ചർ ഒരു അനുഭവിക്കാൻ ഇടയായി. അപ്പം ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമം കാരണം യെരുശലേമിലൊക്കെ അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയുണ്ട്. അപ്പം അന്നേരം ഒരു പുതിയ നിയമത്തിലെ ഒരു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് മനസ്സിലാവാനിടയായി. അപ്പോൾ ഒത്തിരി കാര്യങ്ങളാണ് ആ ബുക്കിൻ്റെ അകത്ത് എഴുതാനിടയായി. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ കാര്യങ്ങൾ എഴുതിയത് കാണുക, പക്ഷേ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമുക്ക് അപ്ലൈ ചെയ്യാമോ? യെസ്, ഓഫ് കോഴ്സ് അപ്ലൈ ചെയ്യാം. പക്ഷേങ്കിൽ കൂടുതലും ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകാതെ ആ വചനം എന്ത് എഴുതി അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്തുവാണെന്ന് പറയാനാണ് ഞാൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ യൂട്യൂബ് ചാനൽ മലയാളത്തിൽ ഞാൻ എങ്ങും കണ്ടില്ല. ഒത്തിരി കമൻട്രിയും എക്സ്പ്ലനേഷനും പ്രസംഗങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും വേർഡ് ബൈ വേർഡ് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈ മെസ്സേജിൽ എന്തുമെങ്കിലും ആരുടെയും എഗ്രാസായിട്ട് എന്തെങ്കിലും പറയേണ്ടി വന്നുകൊണ്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രൂവ് എന്ന് പറഞ്ഞ വാക്ക് ഒത്തിരി വരാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ് ആരും പ്രൂവ് ചെയ്യാനല്ല എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പം ഈ ഒരു ബൈബിളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പം ഒത്തിരി മിസ്ലീഡിങ് ഇൻഫർമേഷൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയ കാഴ്ചപ്പാടിൽ കൂടെ കണ്ടുകൊണ്ട് അപ്പോൾ ആ കെന്നത്ത് ബെയ്ലി ഒരു നല്ലൊരു ബുക്ക് എഴുതിയിട്ട് അതും ആ ദേവദാസൻ മാത്രമല്ല പലരും എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഒറിജിനൽ ട്രാൻസ്ലേഷൻ ആരുടെയും കയ്യിൽ ഇല്ല. പഴയ നിയമത്തിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ്, കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഈ കുമ്രാൻ സ്ക്രോളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇങ്ങനെയുണ്ട്. അപ്പം പുതിയ നിയമത്തിൻ്റെ ഒരു ബുക്കിൻ്റെ പോലും അല്ല ലെറ്റേഴ്സിൻ്റെ ഒന്നിൻ്റെയും ഒറിജിനൽ കോപ്പിയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, ഡാൻ വാലൻസ് പറയുന്ന. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് ഡാൻ വാലൻസിൻ്റെ മെസ്സേജുകൾ കിടപ്പുണ്ട്. അതേപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കൂടെ പഠിക്കാനായി പുതിയ നിയമത്തിൻ്റെ ഒന്നുമില്ല, പഴയ നിയമത്തിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പം ഈ ദൈവം മോശ മുഖാന്തരം
അല്ല മറ്റുള്ള ആൾക്കാർ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ എൻ്റെ ചർച്ചിലൊരു ഭാഷ എനിക്കൊരു അവസരം തന്നപ്പം പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനല്ലാതെ വേറൊരു ദൈവം. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ ചീഫ് ഡിയറ്റി കുറേ ദൈവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദൈവം എന്ന രീതിയിലായിരുന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കാർഷികമായോ അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അവർ ബാലിൻ്റെ പുറകെ ഓടുന്ന ഒരു അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എലൈജ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പം അങ്ങനെ പക്ഷേങ്കിൽ അവർ ഈ എക്സൈലിൽ അടിമത്തത്തിൽ പോയി അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ദൈവങ്ങളൊന്നും ഒരു ദൈവമല്ല. എന്നാൽ അത് ചുരുക്കം പേർക്കേ അത് മനസ്സിലായിട്ടുള്ളൂ. മെജോറിറ്റി ഓഫ് ആൾക്കാർ അവിടുത്തെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. കുറേ ആൾക്കാർക്ക് അതേപോലെ എസെക്കിയേൽ പറയുന്ന പോലെ അല്ലരി വൃക്ഷത്തിൻ്റെ മേലിൽ കിന്നരം തൂക്കിയിട്ട് ഞങ്ങൾ അന്യദേശത്ത് എങ്ങനെ ദൈവത്തിൻ്റെ പാട്ട് പാടും? കാരണം ഞങ്ങളുടെ ദൈവമുള്ളത് ആ ദേശത്താണ്. അപ്പം ഞങ്ങൾ അത് ഇത്ര വിലക്കെടുത്തില്ല. ഇപ്പം ഞങ്ങൾ തെറ്റിപ്പോയി. അപ്പം അവർ വന്നതിന് ശേഷം ആദ്യം സെരുബ്ബാബേലും യോശുവയും ഒരു ഗ്രൂപ്പ് വരാനിടയായി. അവരന്നേരം യെരൂശലേം പള്ളികൾ പണിയാനിടയാക്കി. അന്ന് വേറെ അടുത്ത ഗ്രൂപ്പായിരുന്നു എസ്ര വന്നത്. അതിന് ശേഷം എസ്ര ആദ്യം ചെയ്തത് സ്ക്രോൾസ് എല്ലാം കൂട്ടി ഇതെല്ലാം എഴുതി പബ്ലിക്കായിട്ട് റീഡിങ് തുടങ്ങി. എല്ലാ ജനത്തെയും വായിച്ച് കേൾപ്പിക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം അല്ലാതെ വേറെ ഒരു ദൈവം ഇല്ല. അപ്പം അവരെ എസ്ര അത് യഹൂദന്മാരെയും കൂട്ടി അതേപോലെ ഇവരെയും ചെയ്തു, ശമര്യരെയും ചെയ്തു. ശമര്യർക്കും നോക്കിയാലും അവർക്കും 5 ഗ്രന്ഥം തോറ മാത്രമേ ഉള്ളൂ, മറ്റേതൊന്നുമില്ല. പിന്നെ സമ്പലത്തും അവരൊക്കെ ഇപ്പം യെരൂശലേമിലോട്ട് പോകാൻ വന്നപ്പം പോകുമെന്ന് കണ്ടപ്പം അവർ ബ്ലോക്ക് ചെയ്യുകയുണ്ടായി. കാരണം അവരുടെ പിതാക്കന്മാരെ സേവിച്ചു വന്നത് ഗെറസീം മാണ്ടലിന് ഉള്ള രീതി. അപ്പോൾ ഈ രണ്ട് നമ്മൾ പഴയ നിയമം പിന്നെയും വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ജെറോബയാമിൻ്റെ കാലത്ത് ബത്തേലിലും ദാനിലും 2 സ്ഥലത്തും കാളക്കുട്ടിയെ വെച്ചിട്ട് ഈ ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവർ എല്ലാ ജനങ്ങളും യെരൂശലേമിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ ആ സെയിം കാര്യം തന്നെയാണ് സമ്പലത്തും തോബിയവ അവരെ പോലുള്ളവർ ചെയ്തത്. അപ്പം എസ്ര പറയുന്നത് ഇനിയും വരാൻ പോകുന്ന സന്തതി ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായി വരാൻ പോകുന്ന ക്രിസ്തു യെരൂശലേമിലാണ് പ്രാധാന്യം. അപ്പം അതവർ അംഗീകരിച്ചില്ല. അത് കഴിഞ്ഞൊരു യുദ്ധം, മെഗാബിസ് എന്ന് പറഞ്ഞൊരു യുദ്ധമുണ്ടായി. കുറച്ച് മതിലുകളും യെരൂശലേമിൻ്റെ പള്ളി കുറച്ച് പൊട്ടിപ്പോടെ. അതറിഞ്ഞ് നെഹമ്യാവ് വിഷമിച്ചിരുന്നപ്പോഴാണ് അവിടുത്തെ അന്നത്തെ രാജാവ് നെഹമ്യാവിനോട് പോയി പണിതുകൊള്ളാൻ പറഞ്ഞു. അപ്പം നെഹമ്യാവ് വന്ന് ബാക്കിയുള്ള പുസ്തകങ്ങൾ, കാരണം വൈ ജെറുസലേം ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുള്ള രീതി ബുക്കുകളെല്ലാം അതാണ് മറ്റുള്ള 5 ഗ്രന്ഥം ഒഴിച്ച് മറ്റുള്ള എല്ലാം ബുക്കുകളുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ യെരൂശലേമിലാണ് ഇത് ഫോക്കസ് ഉള്ളത്. യെരൂശലേമിലാണ് വരേണ്ടത്. ദാനിലും മറ്റിടത്തുമല്ല, അവരെ കൂടെ. പക്ഷേ തോബിയാവ് അങ്ങനെയുള്ളവരും അത് ബ്ലോക്ക് ചെയ്യാനിടയാക്കി. യേശുക്രിസ്തുവിൻ്റെ സമയത്ത് നമുക്കത് മനസ്സിലാകാൻ ശ്രമിക്കും. യേശുക്രിസ്തു കിണറിൻ്റെ അരികെ നിന്നപ്പം ഒരു സ്ത്രീയായിട്ടുള്ള സംഭാഷണത്തിൽ പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ ഗെറസീം മലകളിലും അവിടെയാണ് സേവിച്ചു വരുന്നത്. അപ്പം ജീസസ് ക്രൈസ്റ്റ് പറയുകയുണ്ടെങ്കിൽ അവരിലും വലിയ ഒരാളാണ് നിൻ്റെ മുമ്പിൽ. അപ്പം
അതിൽ നിന്ന് മനസ്സിലാകും ആ കാലഘട്ടത്തും അവരുടെ ഫോക്കസ് ഡിഫറെൻറ്റ് സ്ഥലത്തായിരുന്നു, യെരുശലേമിലല്ലായിരുന്നു. പക്ഷേ എസ്രാ നെഹമ്യായൊക്കെ ശ്രമിച്ച ഈ ബുക്കുകളെല്ലാം അടുപ്പിച്ച് വെച്ച് ഒന്ന് ഇതാ ഈ ദൈവമാണ്, ഈ ദൈവത്തിൻ്റെ ഇനിയും വരാൻ പോകുന്ന സന്തതി വരുന്ന യെരുശലേമിലും അവിടേക്ക് യെരുശലേമിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നതാണ്. എന്നാൽ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് എസ്തേർ വേറെ ഭാഗത്തുനിന്ന് വന്നു, അതേപോലെ ക്രോണിക്കിൾസ് ദിനവൃത്താന്തങ്ങൾ എസ്രാ നെഹമ്യ വെച്ചതല്ല എന്ന് പറയുന്നുണ്ട്. എനിഹൗ ബട്ട് ഈ എല്ലാ പുസ്തകങ്ങളും അങ്ങനെ വരുവാൻ ഇടയായി. അങ്ങനെ നമുക്കൊരു പഴയ നിയമം കിട്ടുവാനിടയായി. അതേപോലെ പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഇതുപോലും ഇല്ല, എല്ലാം നശിക്കപ്പെട്ടു പോയി. എന്നാൽ ഒരു ബുക്കിൻ്റെ 100-ലധികം കോപ്പികളുണ്ട്. ഞാൻ ടെക്സ്റ്റൽ ക്രിറ്റിസിസം എടുത്തപ്പം ഇത് കേട്ടില്ല. എന്നാൽ വേറെ വെളിയിൽ നിന്ന് ഞാൻ കേൾക്കുകയാണെങ്കിൽ മത്തായിയുടെ പുസ്തകം ആദ്യം എഴുതിയിരുന്നത് അറാമൈക് അല്ലെങ്കിൽ ഹീബ്രു നോട് ചേർന്ന ഇതിലായിരുന്നു. പിന്നെ അത് ഗ്രീക്കിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിന് പക്ഷേങ്കിൽ അത് ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല അത്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് മത്തായി മുതൽ റെവലേഷൻ വരെ ഗ്രീക്കിലാണ് എഴുതിയിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ. പക്ഷേ ഈ ഒരു പ്രത്യേക കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കേൾക്കാനായി അത് മത്തായി ആദ്യം എഴുതിയത് ഹീബ്രുവിലും ഇതിലും ആണ് അന്ന് എഴുതി. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ഒരു ബുക്കിന് 100-ലധികം കോപ്പികളുണ്ട്. അപ്പം ഈ കോപ്പികളെല്ലാം എങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത് 2 മെയിൻ ഗ്രന്ഥങ്ങളുണ്ട്. അന്ന് സെപ്റ്റുവജൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ സൈനിയാറ്റിക്കസ് എന്ന് പറഞ്ഞ ഒരു ബുക്കും വെറ്റിക്കാനസ് എന്ന് പറഞ്ഞ 2 ബുക്കുകളുണ്ട്. ആ ബുക്കിൻ്റെ അകത്ത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് എല്ലാം ഉണ്ട്. അപ്പം കംപ്ലീറ്റ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റും വെറ്റിക്കാനസിൻ്റെ അകത്ത് അത് കൂടുതലുണ്ട് ബുക്കുകളുണ്ട്. അപ്പോൾ നമ്മളിന്ന് അപ്പോക്രിഫ എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പം ഒരു അതോറിറ്റി ആയിട്ടുള്ള ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് കാത്തലിക്സ് ഇത് തെറ്റായിട്ട് എടുക്കരുത്, അവരെ കുറ്റം പറയാനായിട്ട് എടുക്കരുത്. കാത്തലിക്സ് വിശ്വസിച്ചിരിക്കുന്ന അവർ പോപ്പിൻ്റെയാണ് ഏറ്റവും വലിയ വാക്ക്. കാര്യം കോപ്പീസേ ഉള്ളൂ, ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പം പല സ്ഥലങ്ങളിലും ഞാൻ കേൾക്കുവാനും മറ്റുള്ളവർ കൂടെ കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. കാത്തലിക്സ് ആയിട്ടുള്ളവർ പറയുന്നത് നിങ്ങൾ ബൈബിളിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പക്ഷേ അതോറിറ്റി കൊടുക്കുന്നത്. പക്ഷേങ്കിൽ അതിന് ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഒന്നുമില്ലല്ലോ, കോപ്പീസ് മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അതിന് ഇത്ര അതോറിറ്റി കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ കോപ്പികൾ എല്ലാം 98% ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റും ഉള്ളത് തെറ്റായിട്ടുള്ളതല്ല. അതിൻ്റെ എല്ലാം അതേപോലെ അലക്സാൻഡ്രിയാനിറ്റിക്കസ് എന്ന് പറഞ്ഞ ഒരു ബുക്കുമുണ്ട്. അലക്സാന്ദ്രിയയിലുള്ള സൈനിയാറ്റിക്കസ് എന്ന് പറഞ്ഞാൽ സൈനായി മലയിൽ നിന്ന് കിട്ടിയ ഗ്രന്ഥം. വെറ്റിക്കാനസ് എനിക്ക് തോന്നുന്നു ഇറ്റലിയിൽ വെറ്റിക്കാനിലുള്ള ബുക്കാണെന്ന് തോന്നുന്നു. അപ്പം ഈ ബുക്കിനകത്ത് എല്ലാത്തിൻ്റെ അകത്തും ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഒറിജിനൽ ഈ ട്രാൻസ്ലേഷൻ്റെ അകത്ത് 98% ശരിയാണ്. വെറും 2% ആ 2% എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങൾ സ്കോളേഴ്സ് തമ്മിൽ ഡിബേറ്റ് നടത്തിക്കൊണ്ട് വേണോ വേണ്ട. അപ്പം മർക്കോസിൻ്റെ ഇതിൻ്റെ അകത്ത് ഗോസ്പലിൻ്റെ അകത്ത് 16-ാം അധ്യായത്തിൻ്റെ അവസാനം 8 വരെ ഉള്ളൂ, ബാക്കിയുള്ളത് മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു ഡിബേറ്റ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അടിസ്ഥാനപരം ഇത് നോക്കിയിട്ടും പഠിച്ചിട്ടുമുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് അടിസ്ഥാന ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഒന്നിനും ഒരു കുഴപ്പവും
വന്നിട്ടില്ല. 98% ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പം ഇത് പറഞ്ഞ് മുസ്ലിം സഹോദരങ്ങൾ കുറ്റം പറയല്ല. എഗെയിൻ അവർ നമ്മളോട് ആർഗ്യൂ ചെയ്യാറുണ്ട്, ഞങ്ങളുടെ ഗ്രന്ഥത്തിന് ഇങ്ങനെ കോപ്പീസൊന്നുമില്ല, എല്ലാം ഒറിജിനലാണ്. പക്ഷെങ്കിൽ ഉത്തമൻ ഖലീഫ എന്ന് പറഞ്ഞ ആ ആൾ പണ്ട് എഴുതിയിരിക്കുന്ന കോപ്പികളെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒറിജിനൽ എന്ത് തോന്നുന്നു അത് മാത്രങ്ങൾ എല്ലാം കൂടെ വെച്ചിട്ടാണ് അവർക്ക് കോപ്പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് അപ്പം അങ്ങനെ പല രീതികളിലും ആൾക്കാർ പെർസിക്യൂഷൻസ് അല്ലെങ്കിൽ കുറ്റങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്, ബൈബിളിനെ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ നമ്മുടെ ബൈബിളിന് ഒരു കുഴപ്പവും ഇല്ല, ഒരു തെറ്റും ഇല്ല. 7 times റീഫൈൻ ചെയ്ത സിൽവർ പോലാണ് നമ്മൾ ബൈബിൾ. എന്നാൽ ഹ്യൂമൻ എറേഴ്സ് ഒത്തിരി ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൾച്ചറൽ അറിയാത്തത് കൊണ്ടും 21st സെഞ്ച്വറിയിലോട്ട് ഇത് ചെയ്തതിൻ്റെ ഒത്തിരി കുഴപ്പം അതെന്തൊക്കെയാണെന്ന് പുറകെ പറയാം. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ ഇത്രയും ട്രാൻസ്ലേഷൻസ് എന്തിനാണ് വന്നത്? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിനോമിനേഷനുകൾ, പല സ്കോളേഴ്സിന് പല വേർഡ്സ്. അപ്പം ഇന്നത്തെ കാലത്ത് ഡിക്ഷണറി ഉള്ള പോലെ അന്നത്തെ കാലത്ത് ഡിക്ഷണറി ഇല്ല. അപ്പം ഉൽപ്പത്തിയിൽ ഒരു വാക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള ഭാഗങ്ങളിൽ വായിച്ച് നോക്കിയിട്ട് ഈ വേർഡ്സ് എല്ലാം കൂടെ കൂട്ടി വെച്ച് ആണ് നോക്കിയാണ് അർത്ഥങ്ങൾ കൊണ്ടുവരുന്നത്. എന്നാൽ യഹൂദന്മാർക്ക് ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഈ ഗമാഷ്യ എന്ന് പറഞ്ഞ ഓരോ വാക്കിനും ഓരോ ഹീബ്രു ലെറ്റേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുമാത്രമല്ല അതിന് എല്ലാത്തിനും നമ്പറും ഉണ്ട്. അപ്പോൾ ഈ നമ്പറും ഇതും എല്ലാം വെച്ചിട്ടാണ് അവരെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാൽ അതേപോലെയുള്ള ഇത് ഡിക്ഷണറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇതേപോലെയുള്ള രീതിയിൽ അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒത്തിരി പല ആൾക്കാർ പല ഡിനോമിനേഷനും പല ആൾക്കാർ പല ഇത് എടുക്കുന്നുണ്ട്. ഒത്തിരി ട്രാൻസ്ലേഷൻ ഡിഫറെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇതുവരെയായിട്ടും ആരും അങ്ങനെയൊന്നും തുടങ്ങാത്തത് അങ്ങനെയൊരു ഇതില്ലാത്തത് കൊണ്ട് തുടങ്ങിയിട്ടില്ല. ഒരേ ഒരു ട്രാൻസ്ലേഷൻ മാത്രമേ നമുക്ക് മലയാളത്തിൽ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല പുതിയതായിട്ട് ഉള്ളതെന്നും എനിക്കറിയത്തില്ല, പഴയത്. അപ്പം ഇതെന്തുവാ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ബർഷിദ് എന്ന് പറഞ്ഞ ഒരു വേർഡിൻ്റെ അർത്ഥം ഏത് ഹീബ്രു വേർഡ്സിന് 3 ബേസിക് ലെറ്റേഴ്സ് ഉണ്ട്. 3 ലെറ്റേഴ്സ് കൂടിയ ഒരു ഇതിന് അതിന് റൂട്ട് വേർഡുണ്ട്. ആ റൂട്ട് വേർഡിൽ നിന്ന് ഇപ്പം ബർഷീറ്റ് എന്ന് പറഞ്ഞാൽ ബേ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ, അവസാനം ടെ എന്ന് പറഞ്ഞ ഒരു എന്തുവാ ഒരു ഫ്യൂച്ചറും പാസ്റ്റ് ടെൻസ് കാണിക്കുന്നത്. അതിൻ്റെ നടുക്ക് റോഷ് എന്ന് പറഞ്ഞാൽ റേഷ്, അലെഫ്, ഷെൻ എന്ന് പറഞ്ഞ 3 വേർഡുണ്ട്. ആ 3 റൂട്ട് വേർഡ് എല്ലാ ഹീബ്രു വേർഡ്സിനും മസ്റ്റായിട്ട് കാണണം. അപ്പം അത് വെച്ച് നോക്കുമ്പം തലസ്ഥാനം, ആ റോഷ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം തലസ്ഥാനം, തല, അല്ലെങ്കിൽ ബിഗിനിങ്, ചീഫ്, ഇങ്ങനെയൊക്കെ ഒത്തിരി മീനിങ്ങുകളുണ്ട്. അപ്പം ഈ വേർഡ്സിന് ഇത് എവിടുന്ന് സംഭവിച്ചു എന്ന് പറയുന്നത്, അപ്പം ഇവിടെ ഒരു ബർഷീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രാൻസ്ലേറ്റേഴ്സ് നോക്കുന്ന ഈ വേർഡുകളൊക്കെ എവിടെയൊക്കെ വന്നു, ആ വന്ന സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ അവർ നോക്കിയിട്ട് ദെൻ അവരതിൻ്റെ അർത്ഥം പ്രെഡിക്റ്റ് ചെയ്ത് തരും. അപ്പം ഇൻ ദ ബിഗിനിങ്ങിൽ നിന്ന് ചില ട്രാൻസ്ലേഷൻ വെൻ ഗാഡ് സ്റ്റാർട്ട് ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കാണും. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഇനിയും ജനസ് തുടങ്ങുമ്പോൾ ബർഷീദ് എന്നുള്ള എൻ്റെ ഫുൾ ഇത് പറയാം. അപ്പം അങ്ങനെ ഒത്തിരിയും ഇപ്പം തോഹു വേവോഹു അതിനൊരർത്ഥമില്ല. അതിൻ്റെ അർത്ഥം ഇന്നേ വരെ എന്നല്ല, അതിന് അർത്ഥം അന്നത്തെ സമയത്ത് ഒരു അർത്ഥമില്ലാത്ത ഇപ്പം അങ്ങനെ ഒത്തിരിയും ഹീബ്രു വേർഡ്സിൽ ഒത്തിരി ഉണ്ട്. മെറാഹെഫേറ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം. അതേപോലെ ഏറ്റവും കൂടുതൽ ബൈബിളിൽ പിതാവാം ദൈവത്തിൻ്റെ പറഞ്ഞിട്ട് ഹെസഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ
ഒരു റിയൽ അർത്ഥം, അതിന് ഒത്തിരി മീനിങ്ങുകൾ ഉണ്ട്. അപ്പം അന്ന് പറയുന്ന പോലെ ഒരു തോഹു വേവോഹു, പാഴും ശൂന്യമായിട്ട്. അപ്പം ട്രാൻസ്ലേറ്ററായിട്ടുള്ളതൊക്കെ ഇനി അടുത്ത ഈ വേർഡ് എവിടെ വന്നിട്ട് യെരമ്യാവിലാണ് വന്നിട്ടുള്ളത്. യെരമ്യാവിൽ വെച്ച് നോക്കിയിട്ട് ശരിക്കും ആ 2 സ്ഥലങ്ങളിൽ വെച്ച് നോക്കും. പിന്നെ തോഹു എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ മീനിങ് നോക്കും. വോഹു എവിടെ ഉണ്ടോ അതവിടെ എല്ലാം അതിൻ്റെ മീനിങ് നോക്കും. ദെൻ അവർ ഇതിനൊരു അർത്ഥം കൊണ്ടുവരുന്നത്. അന്നത്തെ കാലത്ത് ഇന്നുള്ള പോലെ ഡിക്ഷണറി അന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻ ഒത്തിരി വരുന്നത്. പിന്നെ ചില ആൾക്കാർ വേർഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇപ്പോൾ NLT എന്ന് പറയുന്നത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സിനല്ല ആശയത്തിന് കൂടുതൽ കൊടുക്കുന്നത്. എന്നാൽ വേർഡ്സിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെച്ചൊരു ബൈബിളുണ്ട്, NET ട്രാൻസ്ലേഷനുണ്ട്. ഡാലസിലെ ദേവദാസന്മാരെല്ലാം കൂടി ഡാൻ വാലൻസ് ഉൾപ്പെടെ അവരെല്ലാവരും കൂടെ ചേർന്നൊരു NET എന്ന് പറയുന്നത്. നിങ്ങൾ ആ ബൈബിൾ വായിക്കുമ്പം അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഈ വേർഡ് എങ്ങനെ വന്നു, ഇതിൻ്റെ ഏതൊക്കെ രീതി വായിക്കണം, ഏതൊക്കെ രീതി വായിച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള എല്ലാം അതിൻ്റെ താഴെ കമൻട്രി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്തരം ട്രാൻസ്ലേഷനുകളൊക്കെ വന്നത്. അത് തെറ്റല്ല, ബൈബിളിൽ തെറ്റല്ല. ഓരോ ആൾക്കാരുടെയും ആശയങ്ങൾ അല്ലെങ്കിൽ വേർഡ്സിന് കൊടുത്ത മീനിങ് അങ്ങനെ ഇപ്പം പണ്ടുള്ള വേർഡ്സിൻ്റെ മീനിങ്ങുകളല്ല ഇന്നുള്ളത്. ഇപ്പം പണ്ട് നമ്മൾ ഗേ എന്ന് പറയുന്നത് ഹാപ്പിക്കായിരുന്നു പറഞ്ഞിരിക്കുന്നത്, സന്തോഷത്തിനായിരുന്നു. ഇന്ന് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇന്ന് വേണ്ട മീനിങ് കംപ്ലീറ്റ്ലി മറന്നുപോയി. ഇപ്പം പൗലോസിൻ്റെയൊക്കെ സമയത്ത് മീറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചന്തയ്ക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചന്ത പോലുള്ള. ഇന്നത് മീറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇറച്ചി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ ഇറച്ചിയുടെ മാർക്കറ്റ് പോലെ. അന്നത്തെ മീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു കടയിൽ പോകുന്ന പോലെ, ക്രോഗറി പോകുന്ന പോലെ, അല്ലെങ്കിൽ വാൾമാർട്ടിൽ പോകുന്ന പോലെ ഒക്കെ ഉള്ള രീതിയിലാണ് അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്നത് വേർഡ് ട്രാൻസ്ലേഷൻസ് ഒത്തിരി മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ അത് വായിക്കുമ്പം ഇതറിയാതെ വായിക്കുന്ന ആൾക്കാരുടെ ട്രാൻസ്ലേഷന് ആശയങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആദ്യം എബ്രായ വാക്ക് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെ ബാക്കിലോട്ട് ആക്കുന്നത് എനിക്കറിയത്തില്ല. ആദ്യം അമാർ എന്ന് പറഞ്ഞ വേർഡ് വരുന്നുണ്ട്, കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. അമാർ ഇങ്ങനായിരുന്നു ആദ്യം വന്നു, ആദ്യത്തെ എബ്രായ വാക്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് മാറി ആദ്യത്തെ ഞാൻ അബ്രാഹമിൻ്റെ മോശയുടെ സമയത്ത് ഇത് വന്നിരിക്കുന്നു. പിന്നെ യോശുവയുടെയൊക്കെ സമയത്ത് വന്നപ്പം അതിന് ഇതൂടെ വന്നു, ഒരു വാവൂടെ വന്നു. യോശുവയുടെ അല്ല, ശലോമോൻ്റെ സമയത്ത് ഇങ്ങനെ വന്നു. പിന്നെ ഇത് സ്റ്റേജ് 3 ഇത് അവർ എസ്രായുടെയൊക്കെ സമയത്ത് ഇങ്ങനെ ഓരോ ഇത് മുമ്പേ ശലോമോൻ്റെയൊക്കെ സമയത്ത് ഇത് ഇങ്ങനെ അറ്റത്തായിരുന്നു, ഇതിപ്പം നടുക്ക് വന്നു. പക്ഷേ ഇതിനെല്ലാത്തിനും വേണ്ട 3 വേർഡ്, ഷിന്നെ, മേമ്, റേഷ്, 3 വേർഡുണ്ട് ഇതിന്, 3 റൂട്ട് വേർഡുണ്ട്. പിന്നെ അവസാനമായി ഇതിപ്പം 7th സെഞ്ച്വറി വന്നപ്പം കണ്ടോ, ഇതിന് വാവൽസ് എല്ലാം വന്നു. വാവൽസ് എല്ലാം വന്നിട്ട് ഒരു ഇന്ന് വായിക്കുന്ന പോലുള്ള ഒരു ഫുൾ വേർഡ് വരുവാൻ ഇടയായി. അപ്പം ഇതേപോലെ ആയിരുന്നു. അപ്പം അന്ന് മോശയുടെയൊക്കെ സമയത്ത്
3 ലെറ്റേഴ്സേ ഉള്ളായിരുന്നു. പിന്നെ ഒരു വാവെന്ന് പറഞ്ഞ ഒരെണ്ണം വന്നു. പിന്നെ ഇത് വന്നു. അപ്പം അങ്ങനെ ഇപ്പം നിങ്ങൾ ഒറിജിനൽ സ്ക്രോൾ എടുത്ത് നോക്കിയാൽ ഇപ്പം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുന്ന സൈനറ്റിക്കസ് ആ ബുക്ക് നിങ്ങൾ നോക്കി ആ സ്ക്രോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വായിക്കാൻ ശ്രമിച്ച പല അർത്ഥങ്ങൾ നമ്മളതിന് വരും. കാരണം ഗ്യാപ്പൊന്നുമില്ല, എല്ലാം അടുപ്പിച്ച് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ട്രാൻസ്ലേഷൻ, അതുകൊണ്ടാണ് ഈ ട്രാൻസ്ലേഷൻ ഇത് ഇപ്പം കണ്ടില്ലേ, റൂട്ട് വേർഡായ 3 വേർഡ് ആദ്യം വന്നു. പിന്നെ വാവെന്ന് പറഞ്ഞാൽ അത് അങ്ങേ അറ്റത്ത് വന്നു. പിന്നെ അത് മിഡിലിൽ കൊണ്ടുവന്നു. എസ്രായുടെയൊക്കെ സമയമായപ്പം അത് മിഡിലിൽ വന്നു. പിന്നെ 7th സെഞ്ച്വറി ആഫ്റ്റർ ക്രൈസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ 6-7 സെഞ്ച്വറി ആയപ്പോഴത്തേക്ക് അതിന് ഇത് കൊണ്ടുവന്നു, വാവൽസൊക്കെ കൊണ്ടുവന്നു. പിന്നെ അത് ഫെമിനിൻ, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, അങ്ങനെ എല്ലാം കൊണ്ടുവന്നു. അപ്പം ഇതിന് മുമ്പേ വായിച്ച ആൾക്കാരൊക്കെ പല രീതിയിൽ ട്രാൻസ്ലേഷൻ കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. അപ്പം അതേപോലെ ഒരു ബാർട്ട് എർമൻ എന്ന് പറഞ്ഞൊരു ദേവദാസനുണ്ട്. ആ ദേവദാസൻ ഒരു നല്ല ദേവദാസനാണ്. പക്ഷെങ്കിൽ ആ ദേവദാസനൊരു ബുക്ക് ഈ കുഴപ്പങ്ങളെല്ലാം വെച്ചുകൊണ്ട് മിസ്കോട്ടിങ് ജീസസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ പബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ദേവദാസൻ നല്ല സ്കൂളുകളിലൊക്കെ നല്ല സ്കൂളുകളിലും നല്ല നമ്മുടെ ഗമാലിയലിൻ്റെ കീഴിൽ ഇരുന്ന് പഠിച്ച് എന്ന് പറയുന്ന പോലുള്ള രീതിയിലുള്ള ദേവദാസന്മാർ കീഴിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തിയായിരുന്നു ബാർട്ട് എർമൻ എന്ന് പറഞ്ഞത്. അപ്പം ആ ദേവദാസൻ എഴുതിയൊരു ബുക്കായിരുന്നു മിസ്കോട്ടിങ് ജീസസ്. അത് വായിച്ച് അനേകം ചെറുപ്പക്കാർ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്നതും പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് ഇടയ്ക്ക് അത് വൺ സൈഡ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളായിരുന്നു. കാരണം തെറ്റുകളുണ്ടെന്ന് വരും. എന്തുകൊണ്ട് ഈ തെറ്റുകൾ വന്നു എന്ന് അന്ന് ആ ദേവദാസൻ തന്നെ പിന്നെ പറയുണ്ടാക്കി. ബേസിക് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒന്നിനും ഒരു കുഴപ്പം വന്നിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു ബുക്ക് കാരണം അനേക ചെറുപ്പക്കാരെ മിസ്ലീഡ് ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അതേപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ റുഡോൾഫ് ബുൾമാനെ പറ്റി പഠിക്കുകയുണ്ടായി. അപ്പം ആ ദേവദാസൻ വചനം എല്ലാവരുടെ അടുക്കലും എങ്ങനെ എത്തിക്കണമെന്നുള്ള ഒരു എൻത്യൂസിയാസമായിരുന്നു. എല്ലാവരിലോട്ടും വചനം ശക്തിയായിട്ട് പ്രസംഗിച്ചു, ശക്തിയായിട്ട് എല്ലാവരും പറഞ്ഞു. പക്ഷെ അന്ന് ആ ഹിസ്റ്റോറിക്കൽ ജീസസിനെ ആ ദേവദാസൻ വിശ്വസിക്കുന്നില്ല. മരണാനന്തരം ഉള്ളത് ജീവിതത്തെപ്പറ്റി വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ, ഒത്തിരി വ്യക്തികളെയും ഇതുകളും ഈ ബാർട്ട് ഹെർമനെ പോലുള്ള ആൾക്കാർ എഴുതി ബുക്കുകൾ വായിച്ച് അനേക പേരെ നിരാശപ്പെട്ടും പിന്തിരിയപ്പെട്ടും ട്രാൻസ്ലേഷൻ്റെ ഇതൊക്കെ പറ്റി ഇങ്ങനെ ആയിപ്പോട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം കാണിച്ചത് ദൈവവചനത്തിൽ ഒരു തെറ്റും ഇതുവരെയായിട്ടും ഒറിജിനലായിട്ടില്ല. പക്ഷെ അന്ന് പല ആൾക്കാർ പല രീതിയിൽ ഹ്യൂമൻ എറേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മൾ വായിക്കുമ്പം പുതിയ നിയമത്തിൽ വായിക്കുമ്പം ക്രിസ്മസ് ദൈവത്തെ ഓർത്ത് ഇതിന് ഞാൻ ഒത്തിരി ആൾക്കാരിൽ നിന്ന് കുറ്റം കേട്ടിട്ടുള്ള. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ആരും ഇന്ന് വരെ കേട്ട്, ഞാൻ പറയാൻ ക്രിസ്മസിനെ പറ്റി അല്ല പറയുന്നത്, ഹ്യൂമൻ എററിനെ പറ്റിയാണ് പറയുന്നത്. ബൈബിളിലെ എററല്ല, ബൈബിളിനകത്ത് എററില്ല, പക്ഷേ ഹ്യൂമൻ എററാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ക്രിസ്മസ് ഡിസംബറിലാണ് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ലൂക്കോസ് വായിക്കുമ്പം അതിൻ്റെ അകത്ത് ഇൻ എന്ന് പറയുന്നത്, ഇപ്പം ഇത് തിരിച്ച് കാണിക്കാൻ വലിയ പ്രയാസമായിരുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ
ഇത് മറ്റേ ക്യാമറ കാണിക്കാൻ പറ്റുന്ന അതിൻ്റെ അകത്ത് കാണിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം വേറെ ഒരു വീഡിയോ എല്ലാം ഈ ക്ലിപ്സ് എല്ലാം കൂടി ഇട്ടുകൊണ്ട് കാണിക്കാം. പക്ഷേ കൂടുതലായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്ത, കാരണം ഇത് കോപ്പിറൈറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ പഠിപ്പിച്ച സ്ലൈഡുകളും ഇതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് കോപ്പിറൈറ്റ്സ് വല്ല ഇഷ്യൂ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ആദ്യം കാണിക്കുക. ഇപ്പം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ അകത്ത് എഴുതുന്നത് വായിച്ചിരിക്കുന്നത്, അന്ന് ക്വറേനിയസ് ഗവർണർ അവിടെയുള്ള എല്ലാ ആൾക്കാരെയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വിളിച്ചു. സീസർ അഗസ്റ്റസ് എൻ്റെ കൽപ്പന പ്രകാരം വിളിച്ചു. അപ്പം നസറേത്തിലായിരുന്ന ജോസഫും മേരിയും കൂടെ ബേത്ലഹേമിൽ വരുവാനിടയായി. അവിടെ ആയിരിക്കുന്ന സമയത്താണ് പ്രസവിക്കാനുള്ള സമയമായി. അന്നേരം ഗസ്റ്റ് റൂം നോക്കി. അപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടമായിട്ട് അത് പിക്ചർ ചെയ്താൽ കംപ്ലീറ്റ് തെറ്റും. അപ്പം ഇന്നെന്ന് പറയുന്നത് അവിടുത്തെ ഗസ്റ്റ് റൂമായിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ പാസ്റ്റർമാർ വരുമ്പോൾ ഗസ്റ്റ് റൂം വരെയുണ്ട്. അപ്പം ആ ഗസ്റ്റ് റൂമിൽ പ്രസവിക്കുമ്പോൾ ആ വേദനയും ചോരയെല്ലാം കാണാൻ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതുകൊണ്ടാണ് അവർ ആ സമയത്ത് അന്നത്തെ വീടിൻ്റെ സ്ട്രക്ചറെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് വ്യാഖ്യാനിക്കാൻ. അപ്പം താഴെയുള്ള അവരുടെ താഴത്തെ റൂമിൽ താഴത്തെ നിലയിൽ മോസ്റ്റ്ലി സെക്കൻഡ് ഫ്ലോറിലായിരിക്കും അവരുടെ റൂമെല്ലാം. താഴത്തെ ഒരു സൈഡിൽ അവർ ഡൈനിങ് ടേബിളും കിച്ചണും അതുമെല്ലാം, മറ്റേ സൈഡിൽ അവർ ആനിമൽസിനെ, പശുക്കളെയും ആടുകളെയൊക്കെ ഉണ്ട്. അപ്പം അന്ന് അവിടെ ആടില്ലായിരുന്നു. ആ സമയത്ത് അവിടെ പോയി പ്രസവിച്ചു. യേശു ക്രിസ്തുവിനെ ഈ വെള്ളം കുടിക്കുന്ന മേഞ്ചർ ആ സ്ഥലത്ത് കിടത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടുത്തെ ഇന്നെന്ന് പറയുന്നത് ഗസ്റ്റ് റൂമാണ്, ഹോട്ടലല്ല. ഇന്നത്തെ നമ്മൾ മോട്ടലും ഹിൽട്ടൺ അങ്ങനെയുള്ള ഹോട്ടൽസ് അല്ല, ഒരു ഗസ്റ്റ് റൂമായിട്ടാണ്. അപ്പം നമ്മൾ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വായിച്ച് പോയി കഴിഞ്ഞാൽ മുഴുവൻ തെറ്റായി. അപ്പം ഈ പ്രസവിക്കുന്ന സമയത്ത് ഗസ്റ്റ് റൂമിൽ അവിടെ ഒത്തിരി വീട്ടിൽ അവരുടെ സഹോദരങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പം ഈ വയലൻ്റായിട്ടുള്ള ഇത് കണ്ട് പേടിക്കണ്ടെന്ന് വിചാരിച്ച് അവർ താഴെ പോയി, അത്രയേ ഉള്ളൂ. അപ്പം ഇത് എങ്ങനെ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ, അടുത്ത ഒരു ഭാഗത്ത് ഞാൻ ലൂക്കോസിൻ്റെ ആ സെയിം സുവിശേഷത്തിൻ്റെ അകത്ത് 10-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ നല്ല ശമരിയക്കാരൻ്റെ സ്റ്റോറി വായിക്കുന്നുണ്ട്. ആ സ്റ്റോറിക്കകത്ത് നല്ല ശമരിയക്കാരൻ ഈ വ്യക്തിയെ കൊണ്ടുപോയി കടത്തുന്നത് ആ സ്ഥലം, അതിനും ഇന്നെന്ന ഇംഗ്ലീഷിൽ, എല്ലാ സ്ഥലത്തും ഇന്നെന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഈവൻ നമ്മുടെ പഴയ നിയമത്തിലെ ജെറിക്കോയിൽ അവർ ഒറ്റുനോക്കാൻ പോയ യോശുവയും കാലേബിനെ ആൾക്കാരെയെല്ലാം താമസിപ്പിച്ചേക്കുന്ന ഇതിനും ഇന്നെന്നാണ് വെച്ചേക്കും. അപ്പോൾ ഈ ഇംഗ്ലീഷിലെല്ലാം ഇന്നെന്നാണ്. പക്ഷേ നമ്മൾ ഗ്രീക്കിൽ അത് വായിക്കുമ്പം ഇപ്പം ജീസസിൻ്റെ സമയത്ത് എഴുതിയ കട്ടലൂമ എന്ന് പറഞ്ഞ ഒരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഗസ്റ്റ് റൂം എന്നുള്ളത്. എന്നാൽ 10-ാം അധ്യായത്തിൻ്റെ അകത്ത് നല്ല ശമരിയാക്കാനിൽ വരുമ്പം അതിൻ്റെ ആ വാക്കിൻ്റെ വേർഡ് എന്ന് പറഞ്ഞാൽ പണ്ടഖയോൻ പറഞ്ഞ ഒരു വാക്കാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മോർട്ടൽ പോലുള്ള. പക്ഷേങ്കിൽ ഇന്നത്തെ ഹിൽട്ടനുമായിട്ട് നോക്കില്ല. അന്നത്തെ ഇന്നെന്ന് പറയുന്നത് വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വീടായിരിക്കാം, മനസ്സിലായോ, ഒരു വീടോ. പക്ഷേങ്കിൽ അതിനു വേണ്ടി വെച്ചേക്കുന്ന ഒരു സ്ഥലം കൊണ്ടുവന്ന് നല്ല ശമരിയാക്കാൻ ആ മുറിവേറ്റ വ്യക്തി അവിടെ ആക്കി. പക്ഷേ ഈ രണ്ട് വേർഡ്, രണ്ട് ഡിഫറെൻറ്റ് മീനിങ് എന്ന് പറയും. അപ്പം എന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം ജീസസിൻ്റെ സമയത്ത് ആ ഗസ്റ്റ് റൂമിൽ അവിടെ ആടുകൾ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആടുകൾ എവിടെ പോയി? വെളിയിൽ. ഇപ്പം ഡിസംബർ സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ യെരുശലേമിലെ ഈ ക്ലൈമറ്റ് അനുസരിച്ച് വെച്ച് മഴയും തണുപ്പുള്ള സമയത്ത്
അപ്പോൾ അന്നത്തെ കാലത്തെ ആടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്തെ ഒരു ബെൻസ് പോലൊക്കെയുള്ള ഇതപ്പം അത് വെളിയിലിട്ട് അല്ല ഒരു വലിയൊരു ഫോർച്യൂൺ അവരുടെ അവർ ആടിനെ ഒന്നും ഇപ്പം ഈവൻ എൻ്റെ ചെറുപ്പകാലത്ത് പോലുമൊക്കെ ഒരു ആടിനെ വെളിയിൽ കിട്ടി മഴ നനയാനോ ഒന്നും പറ്റത്തില്ലാണ്. ചത്തുപോയാൽ അത് വലിയൊരു നഷ്ടം പോലെ. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ആണെങ്കിൽ പഴയ കാലത്തൊന്ന് ഓർത്ത് നോക്കി. അപ്പം ആ ഡിസംബർ മഞ്ഞും മഴയുള്ള സമയത്ത് മഴയൊക്കെ ഉള്ള സമയത്ത് അവിടെ വെളിയിൽ വരുമോ? സെപ്റ്റംബർ പിന്മഴ ആദ്യം ഒന്ന് പെയ്യും, അത് കഴിയുമ്പോൾ തൊട്ട് അവർ കിളച്ചിടും, പിന്നെ തൊട്ട് അങ്ങോട്ട് മഴയാണ്. അപ്പോൾ മഴയുള്ള സമയത്ത് അവിടെ ഒരിക്കലും ആടിനെ വെളിയിൽ കാണത്തില്ല, വെളിയിൽ കൊണ്ട് കെട്ടത്തുമില്ല എപ്പോഴും. ഇപ്പം ഇവിടെ മേഞ്ചർ അല്ലെങ്കിൽ ഈ സ്ഥലം ഒഴിഞ്ഞു കിടന്നുകൊണ്ടല്ലേ അവിടെ പോയി പ്രസവിക്കുവാൻ ഇതായത്. അപ്പം ഒരിക്കലും ഡിസംബറിലല്ല, അതിന് മുമ്പായിട്ടാണ്. ഇപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായം. ഓക്കെ, അത് തെറ്റിദ്ധരിക്കരുത്. യഹൂദന്മാരുടെ ഓരോ ഫെസ്റ്റിവൽ എടുത്ത് നോക്കിയാലും ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെസഹായുടെ സമയത്താണ് അവർക്ക് യെരുശലേമിൽ മിസ്രൈമിൽ നിന്ന് വന്ന ഒരു ഇതുകൊണ്ട് ആ പെസഹയുടെ ദിവസമാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. നെക്സ്റ്റ് ഡേ അൺലീവൻ ബ്രെഡ് അന്നും മരിക്കോടായി. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആദിഫല കറ്റയുടെ സമയത്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയായി. അപ്പം അത് കഴിഞ്ഞ് 49 ദിവസം കഴിഞ്ഞിട്ടാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ദിവസം, അല്ലെങ്കിൽ ശവോത്ത് എന്ന് പറഞ്ഞ ദിവസം. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് വന്നത്. കാത്തിരുന്നവരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഫോളിലുള്ള 3-4 ഇതിന് ഒരർത്ഥവുമില്ല, ഒരു മീനിങ്സ് ഇല്ല. പക്ഷെങ്കിൽ ഇത് യഹൂദന്മാരുടെ ഇതാണ്, അവർ ആഗ്രഹിക്കുന്നതാണ്, മനസ്സിലായോ? അപ്പം ഇതല്ല നമ്മൾ മനസ്സിലാക്കുന്നത് 2 പേരുണ്ട്. ഒന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതും പിന്നെ യഹൂദന്മാർക്ക് വേണ്ടിയും. ഒന്ന് മധ്യാകാശത്തിലും മറ്റേത് മൗണ്ട് ഒലിവിലും വരുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഉള്ളത്. അപ്പം യഹൂദന്മാർ വിശ്വസിച്ചിരിക്കുന്ന അവരെ ഈ റോഷ് ഹഷാന എന്ന് പറഞ്ഞ ന്യൂ ഇയറിൻ്റെ അന്ന് അവർ യേശു ക്രിസ്തു വരികയും അടുത്ത യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്ന് യോം കിപ്പൂറിൻ്റെ സമയത്ത് അവരെ എടുക്കപ്പെടുകയും പിന്നെ അത് കഴിഞ്ഞുള്ള സുക്കോത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പെരുന്നാൾ കൂടാരത്തിൻ്റെ അകത്ത് പോയി താമസിക്കുന്ന ആ ദിവസങ്ങളിൽ അവർ മശീഹയുമായിട്ട് ലൈഫ് ലോങ് എറ്റേണിറ്റി ജീവിക്കുന്നുള്ള അവരുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യത്തെ സമയത്ത് പെസഹ അങ്ങനെയുള്ള ആ ഓരോ ഫെസ്റ്റിവലും ഇപ്പുറത്തെ സ്ഥലത്ത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഓരോ ദിവസം. പക്ഷേ എന്നാൽ ഇവർ ഒരു ഫെസ്റ്റിവലിൽ ഒരു അർത്ഥവും ഇതുവരെയായിട്ട് ഒരു മീനിങ് കൊടുത്തിട്ടില്ല. അപ്പം ആ ദിവസമായിരിക്കണം യേശു ക്രിസ്തു ജനിച്ചതെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സെപ്റ്റംബറിന് മുമ്പേ പിന്മഴ എന്ന് പറയുന്ന ഒരു ഇത് അത് ഈ ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള ജൂൺ ജൂലൈ. അപ്പം എനിവേ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസങ്ങളായിരിക്കണം ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനം നടന്നിട്ടുണ്ടായിരിക്കണം എന്നാണ് തിയോളജിയൻസ് അവരിതെല്ലാം പഠിച്ചതിന് ശേഷം തിയോളജിയൻസും യഹൂദന്മാരും ഒത്തിരി പേര് ഇപ്പോൾ പുതിയതായിട്ട് അവർ ഇതെല്ലാം പഠിച്ചതിന് ശേഷം അവർ മനസ്സിലാക്കുന്നത്. എനിവേ ഡിസംബറിൽ ഡെഫിനറ്റ്ലി അല്ല. അപ്പം ഇത് നമ്മുടെ ഹ്യൂമൻ എററാണ്, നമ്മൾ ശരിക്കും വായിച്ചും മനസ്സിലാക്കാത്തതിന് പറ്റിയ എററാണ്. അപ്പം നാളെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാകുന്നുണ്ടെങ്കിൽ പണ്ട് വിശ്വസിച്ചിരുന്ന പല ആൾക്കാർക്കും അതൊരു തിരിച്ചടിയാകും. ഇപ്പം
ഇപ്പം ഒരു ഒരു ഒരാളോട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഏതൊക്കെ ഒരു കാര്യം നോ എന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ നമ്മുടെ മലയാളികളായിട്ടുള്ള പെന്തക്കോസ്തുകാർ പലതും വിട്ടിട്ടാണ് വന്നത്. അന്ന് നമ്മൾ നോ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് അത് ശരിയായി വന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം ഇത് കണ്ട് പലർക്കും പലരും വേദനിച്ച് അവർ മാറി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതേപോലൊരു സംഭവമാണ് ഇവിടെ. ഹ്യൂമൻ എററാണ്, മനസ്സിലായി, അല്ലാതെ ബൈബിൾ എററല്ല. നമ്മൾ ശരിക്കും വായിച്ച് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ നമ്മൾക്ക് ബൈബിളിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളിലാണ് കുഴപ്പം, നമ്മുടെ തെറ്റാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ എററാണ്. ഇപ്പം ഞാൻ മുമ്പേ ആ വ്യക്തിയുടെ പറഞ്ഞല്ലോ, ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ടെങ്കിൽ പറഞ്ഞു, പണ്ട് അവരൊക്കെ ചർച്ചിൽ ക്ഷമ ചോദിക്കേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ട് ക്ഷമ ചോദിക്കുകയും, അല്ലെങ്കിൽ വേറെ വിശ്വാസികളൊക്കെ അന്ന് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് ആ ചർച്ച വിട്ടു പോകേണ്ടി വന്നു. കമ്മിറ്റി അവരെ മുടക്കുകയുണ്ടായി ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങൾ ഇന്നും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ അന്ന് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി. ഇന്ന് ഞങ്ങളോട് ആരും ഒരു ക്ഷമയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് അവരുടെ കൊച്ചുമക്കളും അവരുടെ പിൻതലമുറ വന്നുള്ള ആ സെയിം വ്യക്തികൾ, അന്ന് ഞങ്ങളെ മുടക്കിയ സെയിം വ്യക്തികളുടെ കൊച്ചുമക്കൾ വന്നപ്പം അവരിന്ന് ഇതെല്ലാം ആകുന്നുണ്ട്. ദെയർസ് നോ പ്രോബ്ലം. മനസ്സിലായോ? അപ്പം അവർ ചോദിക്കുന്നത്, ഇന്നത്തെ തെറ്റ് നോ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ അത് സാഹത്തിൽ നിന്ന് എങ്ങനെ എങ്ങനെ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പല ആൾക്കാരോടും സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അപ്പം എന്താണ് ഉറപ്പ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ ശരിയാണ്, പഴയ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ഇന്ന് അത് പബ്ലിക്കായിട്ട് ദൈവദാസന്മാർ പബ്ലിക്കായിട്ട് പറയാൻ, ഞങ്ങൾക്ക് അന്ന് അറിവില്ലായ്മ ഉണ്ടായിരുന്നു എന്നുകൊണ്ടും അന്ന് ഞങ്ങൾ ഇന്ന് ലജ്ജിക്കുന്നു എന്ന് വരെ പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇതൊരു കുറ്റം പറയുക, അല്ലെങ്കിൽ ഇതാണെന്ന് പറയരുത്. എൻ്റെ പോയിൻ്റ് ഹ്യൂമൻ ആണ്. അപ്പം ലജ്ജിക്കുന്നു എന്ന് ഒക്കെ പറഞ്ഞു. പക്ഷേ ദേഴ്സ് നോ ക്ഷമാപണം. ആരോടും അന്ന് മുടക്കിയ ആൾക്കാരോട് ക്ഷമ ചോദിച്ചിട്ടില്ല, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അപ്പോൾ അവർ ചോദിക്കുന്നത്, ഇന്നത്തെ നോ നാളെ ഫ്യൂച്ചറിൽ വന്നിട്ട് പറയാം ഞങ്ങൾക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ് നാളെ നോ പറയത്തില്ലെന്ന് എന്താ ഉറപ്പ് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ചില ആൾക്കാർ നമ്മളോട് ഒരു ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള ഒരു ഇതായി. അതേപോലെ നമ്മുടെ ഹ്യൂമൻ എറേഴ്സാണ് മോസ്റ്റ്ലി വന്നിട്ടുള്ള ബൈബിളിൽ. പക്ഷേ കുറ്റം വരുന്ന മുഴുവൻ ബൈബിളിൽ തെറ്റുണ്ട്, ബൈബിളിൽ കുഴപ്പമുണ്ട്. ഇപ്പം നമ്മൾ രാജാക്കന്മാർ പുസ്തകം വായിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒരാളുടെ പേര് ദിനവൃത്താന്തത്തിനകത്ത്, ക്രോണിക്കിൾസിൻ്റെ അകത്ത് വരുമ്പോൾ ഡിഫറെൻറ്റ് നെയിംസാണ്. ഇപ്പോൾ എൻ്റെ പേര്, എനിക്ക് വീട്ടിൽ 2 പേരുണ്ട്. അപ്പം വീട്ടിലൊരു പേരും ഒഫീഷ്യലായിട്ട് ജോലി സ്ഥലത്ത് വേറൊരു പേരുണ്ട്. അപ്പം 2 സ്ഥലത്ത് എന്നെ അറിയാവുന്നവർക്ക് 2 പേരാണ്, മനസ്സിലായി. അപ്പം അതേപോലത്തെ ഒരു പേരാണ് രാജാക്കന്മാർ പുസ്തകത്തിൽ വന്നിട്ടുള്ളതും കിങ്സിൻ്റെ അകത്ത് വന്നിട്ടുള്ളതും ക്രോണിക്കിൾസിൻ്റെ അകത്ത് വന്നിട്ടുള്ളതും. അല്ലാതെ ഹ്യൂമൻ ബൈബിളിലെ തെറ്റല്ല, മനസ്സിലായോ? അപ്പം അങ്ങനെ ഇത് വന്നു. അപ്പം പിന്നെ വേറെ ഒരു ഇത് കാണിക്കും. ഇപ്പം ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ ശ്രമിക്കാമേ. ഇത് വിജയിക്കുമല്ലോ എന്ന് അറിയത്തില്ല. നെക്സ്റ്റ് പ്രാവശ്യം ഞാനിത് എങ്ങനെയാണ് ബാക്കിലോട്ടാക്കുന്നതെന്ന് ഞാൻ ശരിക്കും നോക്കിയിട്ട് പഠിച്ചിട്ട് ഇത് ചെയ്യാം. ഇപ്പം ഓക്കെ, കറ്റലൂമ എന്നുള്ള വേർഡിൻ്റെ ഇത് കറ്റലൂമ കാണാൻ പറ്റുന്നുണ്ടോ? കറ്റലൂമ, ഇത് കണ്ടോ? കറ്റലൂമ എഴുതിയിരിക്കുന്നത് ഗസ്റ്റ് റൂം, അല്ലെങ്കിൽ
ലോ ലോഡ്ജിങ് ഗസ്റ്റ് റൂം എന്നുള്ള ഇതാണ് വന്നിരിക്കുന്നത്. അതേസമയം മറ്റേ ലൂക്കോസ് 10 ഗുഡ് സമരിറ്റൻ്റെ വേർഡ് പൻഡക്യോൺ എന്നുള്ള വേർഡാണ് വന്നിട്ടുള്ളത്. അതേപോലൊക്കെ എനിക്ക് നോക്കട്ടെ ഇതിൻ്റെ കറ്റ്ലൂമ എന്നുള്ളതിൻ്റെ ഇത് ഡിക്ഷണറിക്കകത്ത് ഗ്രീക്ക് ഡിക്ഷണറിക്കകത്തുള്ള വേർഡുകൾ. കറ്റലൂമ എന്നുള്ളതിൻ്റെ മറ്റേ പണ്ടക്കിയോ എന്ന് പറഞ്ഞ വേർഡിൻ്റെ കാണാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഗ്രീക്ക് ഡിക്ഷണറി ഇതാണ് മുമ്പ് പറഞ്ഞ പോലുള്ള. പിന്നെ ഇത് റോഷ് എന്നുള്ള ഇത് പറയാൻ വരുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ വേർഡ്സാണ് ഞാൻ മുമ്പേ കാണിച്ചത്. ഇനി എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് 38 വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ടേ ഒരു ഇതിലാണെങ്കിൽ ദൈവത്തിൻ്റെ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു മീ എന്ന് പറഞ്ഞിട്ട് ഗോഗിനെയും മഗോഗിനെയും എന്ന് പറഞ്ഞിട്ട് റോഷ് മേഷക് തുബൽ എന്ന് പറഞ്ഞ് ഈ റോഷ് എന്ന് പറയുന്നത് റഷ്യ ആണെന്നും ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പം ഈ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്താണ് ഞാൻ 4ഓളം യൂട്യൂബ് വീഡിയോയിൽ കൂടെ ക്ലിപ്സിൽ കൂടെ കാണാനിടയായി റോഷ് റഷ്യയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രവചനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും റോഷ് റഷ്യ അല്ല. റോഷ് എന്നുള്ളതിൻ്റെ അർത്ഥം ചീഫ് ഉള്ള അർത്ഥമേ ഉള്ളൂ. റോഷ് എന്നുള്ളതിൻ്റെ നമ്മൾ ബെറഷീറ്റ് എന്നുള്ളതിൻ്റെ അകത്ത് നമ്മൾ കണ്ടു. ബെറഷീറ്റ് റോഷ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിൻ്റെ ഫ്രണ്ടിൽ പ്രപ്പോസിഷനും എൻഡിൽ ഇതും കൊടുത്തപ്പോഴാണ് ബെറഷീറ്റ് എന്ന് വന്നത്. അതേപോലൊക്കെ റോഷ് എന്ന് പറഞ്ഞ ഒരു വേർഡ് എന്ന് പറയുന്നത് ചീഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് സൺ ഓഫ് മാൻ സെറ്റ് യുവർ ഫേസ് ടുവേർഡ്സ് ഗോഗ് ഇൻ ദ ഗോഗ് ഓഫ് ദ ലാൻഡ് ഓഫ് മഗോഗ് ആൻഡ് ഇംഗ്ലീഷിൻ്റെ അകത്ത് വന്ന് ചീഫ് പ്രിൻസ് ഓഫ് മേഷക് ആൻഡ് തൂബൽ. അപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഗോഗ് ദ ലാൻഡ് ഓഫ് മഗോഗ്. മഗോഗ് എന്ന് പറഞ്ഞ ദേശത്ത് ഗോഗ് എന്ന് പറഞ്ഞ ഒരു ചീഫ് പ്രിൻസ് ആയിട്ടുള്ള ഗോഗ് എന്ന് പറഞ്ഞ ചീഫ് പ്രിൻസ് ആയിട്ടുള്ള തൂബൽ മേഷക് എന്ന് പറഞ്ഞ 2 ക്ലാനിൻ്റെ ചീഫ് പ്രിൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഗോഗിൻ്റെ എന്ന് പറഞ്ഞ ക്ലാനിലെ ചീഫ് പ്രിൻസ് ആയ തൂബലും മേഷക്കും ആയിരിക്കും പറഞ്ഞു. അപ്പം റോഷ് എന്ന് പറഞ്ഞത് റഷ്യ അല്ല. റോഷ് എന്നുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ അകത്ത് മൊത്തം ഇതാണ് വെച്ചേക്കുന്നത്. എന്നാൽ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ്റെ അകത്ത് ഇതുവരെയായിട്ടും അത് മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് റോഷ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത് നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ എന്നാൽ ഇത് വായിക്കുന്ന ആൾക്കാർ റോഷാണെന്നും ഇതാണെന്നും പറഞ്ഞ് റോഷാണെന്ന് പറഞ്ഞ് റഷ്യ പറഞ്ഞ് കൊടുക്കുമ്പം ആ പ്രവചനം വരാതെ വന്നു. എന്നാൽ നാളെ ഈ ഗോഗോ അല്ലെങ്കിൽ മേഷക്ക് തൂബലോ റഷ്യ ആയിക്കൂടുന്നില്ല, മനസ്സിലായി. പക്ഷേ റോഷ് എന്ന് പറഞ്ഞ വേർഡ് റഷ്യ അല്ല. അതിൻ്റെ അകത്ത് ചീഫ് പ്രിൻസ് എന്ന് പറഞ്ഞ ഒരു അർത്ഥമാണ് അവിടെ. ചീഫ് അല്ലെങ്കിൽ ഹെഡ് ഇത്. ഇപ്പം ആ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നോക്കട്ടെ അതിൻ്റെ അർത്ഥങ്ങൾ ഞാൻ റോഷ് എന്നുള്ള ഇതിൻ്റെ അർത്ഥം കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചീഫ് കണ്ടോ, ചീഫ് എന്നുള്ള ഇത് റോഷ് എന്ന് പറഞ്ഞ വേർഡ് റോഷ് ചീഫ് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പം കണ്ടോ
റോഷ് എന്നുള്ളതിൻ്റെ ഒത്തിരി മീനിങ്ങുകൾ കണ്ടോ ചീഫായിട്ടുള്ള എന്നൊരു ഇതേ കാണുന്നുള്ളൂ. ബെറഷീറ്റിൻ്റെ അകത്തും കണ്ടോ, അതിൻ്റെ അകത്ത് ഒരു റോഷുണ്ട്. ബെറഷീറ്റിൻ്റെ അകത്ത് കണ്ടോ റോഷ്, ഈ നടുക്കുള്ള റോഷ് 3 വേർഡ്. അതിൻ്റെ ഫ്രണ്ടിൽ ബേ എന്ന് പറഞ്ഞ പ്രപ്പോസിഷനും ലാസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു ഇതും കൂടെ ചേർത്താണ് ഇത് വന്നത്. അപ്പം നമ്മളത് റഷ്യയാണെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ 4ഓളം ഇത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രവചനം നടക്കാതെ വരുമ്പം, അല്ലെ ഇത് നാളെ പഠിക്കുന്ന ആൾ, അല്ലെ വേറെ ഒരു സമുദായത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ ഇത് കേട്ടിട്ട് അവരൊക്കെ അതറിയാമെങ്കിൽ അവർ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേക പേര് അത് കേൾക്കുമ്പോൾ ബൈബിളിൽ തെറ്റുണ്ട്, മനസ്സിലായി, ബൈബിളിൽ തെറ്റുണ്ട്. പക്ഷേ ഇത് മുഴുവൻ ഒരു ഹ്യൂമൻ തെറ്റാണ്. മനുഷ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കാത്തതിൻ്റെ തെറ്റുകളാണ്. അപ്പം അതിന് പഴി വരുന്നത് മുഴുവൻ എപ്പോഴും ബൈബിളാണ് എന്നാ. അതേപോലെ ഈ നമ്മൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി കോപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ചില ആൾക്കാരത് കോപ്പീസ് അഴുക്കായിട്ടുള്ള ക്രെഡിബിൾ അല്ല എന്ന് പറഞ്ഞ് വിശ്വസനീയമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. വിശ്വസനീയമായ ഒത്തിരി ഉണ്ട്. ഇപ്പം നമ്മൾ ലൂക്കോസിൻ്റെയും അപ്പോസ്തല പ്രവൃത്തി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം ഓ തിയോഫിലോസ് എന്ന് പറഞ്ഞ വാക്ക് കാണാം. അപ്പം തിയോഫിലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് തിയോ എന്ന് പറഞ്ഞാൽ ദൈവം എന്നും ഫിലിയ അല്ലെ ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹം, സ്നേഹിതൻ. അപ്പം ദൈവത്താൽ സ്നേഹിതപ്പെട്ട എന്നുള്ള രീതി. എന്നാൽ തിയോഫിലോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എഫെസോസിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അത് 2 കഥകൾ വയ്ക്കുന്നുണ്ട്. ഒന്ന്, ഈ ലൂക്കോസ് തിയോഫിലോസിൻ്റെ അടിമയായിരുന്നു. ആ അടിമത്തിൽ നിന്ന് തിയോഫിലോസ് പഠിപ്പിച്ച് ഡോക്ടറാക്കിയിട്ട് അന്ന് എഫെസോസിലുള്ള ലൈബ്രറി ഈ തിയോഫിലോസിൻ്റെ കീഴിലായിരുന്നു. അപ്പം ആ ലൈബ്രറിക്കകത്ത് വയ്ക്കാൻ വേണ്ടി ലൂക്കോസിനെ പറഞ്ഞു വിട്ട് എഴുതിപ്പിച്ച 2 വോളിയമാണ് അപ്പോസ്തല പ്രവൃത്തിയും. 1 വോളിയം ആണ്. അത് 2ആയിട്ടാക്കി ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തിയും ആക്കിയെന്നാണ് ഉള്ളത്. അപ്പം ചില ആൾക്കാർ പറയുന്നത് സ്ലേവാന്ന് പറഞ്ഞു, ചില ആൾക്കാർ പറയുന്നു ഇത് പേഴ്സണൽ ഡോക്ടറാണെന്ന് പറയുന്നു. സ്ലേവ് അല്ല, ഡോക്ടറായിരുന്നെന്നും പറയുന്നു. ചില ആൾക്കാർ പറയുന്നത് സ്ലേവിൽ നിന്ന് ഡോക്ടറായെന്ന് പറയാം. പക്ഷെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയുന്നത് അലക്സാണ്ട്രിയയിലെ ഏറ്റവും വലിയ, അത് കഴിഞ്ഞാൽ എഫെസോസിലെ ആണെന്നാണ് എല്ലാം വിചാരിച്ചത്. പക്ഷേ പെർഗമോസിൽ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയുടെ അന്നത്തെ നോബിൾമാനായിട്ടിരുന്ന ആൻറ്റിപ്പാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആൻറ്റിപ്പാസ് ആ വ്യക്തി അപ്പം ഈ ലൂക്കോസ് തിയോഫിലോസിന് കൊടുത്ത ഈ കമൻട്രി അല്ല ഈ കോപ്പി ചെയ്തിട്ട് ഇത് ഈ അന്തിപ്പാസിന് കൊടുത്തു. അന്തിപ്പാസ് അത് വായിച്ച് രക്ഷിക്കപ്പെട്ടതിൻ്റെ മൂലമാണ് അന്തിപ്പാസിനെ രക്തസാക്ഷിയാകേണ്ടി വന്നത്, മാർട്ടിറാകേണ്ടി വന്നത്. ആ ഒരു കാര്യം നമ്മുടെ റെവലേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. പെർഗമോസിൻ്റെ സഭയെ പറ്റി പറയുമ്പോൾ അന്തിപ്പാസ് എന്ന ഒരാളുടെ മാർട്ടിറെ പറ്റി നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പം അന്ന് അവിടെ കുതിര ഒരു ഓട്ടമുണ്ട്, ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ കുതിര ഓടി ഫൈറ്റേഴ്സ് എല്ലാം കൂടെ തമ്മിൽ ഒരു ഗ്ലാഡിയേറ്റേഴ്സ് ഫൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിയായിരുന്നു അന്ന് അവിടെ ഈ
അലക്സാണ്ട്രിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ബെസ്റ്റ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ പെർഗമോസിലുള്ള, അത് കഴിഞ്ഞാണ് എഫെസോസിലുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ ഇത്ര നാളും പറഞ്ഞു കേട്ടിട്ടുള്ള എഫെസോസിലായിരുന്നു രണ്ടാമത്തെ ലൈബ്രറി, പക്ഷേ പെർഗമോസിലായിരുന്നു രണ്ടാമത്തെ സെക്കൻഡ് ബെസ്റ്റ് ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വയ്ക്കാനും വേണ്ടിയുള്ള കോപ്പിയെ ആയിരുന്നു തിയോഫിലോസ് അന്തിപ്പാസിന് എഴുതി കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് അന്തിപ്പാസ് രക്ഷിക്കപ്പെടാൻ ഇടയായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ വായിച്ച് അറിയാതിരിക്കുമ്പം നമ്മൾ പല ഡിഫറെൻറ്റ് ട്രാൻസ്ലേഷൻസും ഇതിന് കൊടുക്കും, മീനിങ്ങും കൊടുക്കും. അപ്പം അങ്ങനെ ഒത്തിരിയും കുഴപ്പങ്ങൾ ഉണ്ട്. അപ്പം കോപ്പീസ് അത് ക്രെഡിബിളായിട്ടുള്ള കോപ്പീസ് കൊടുത്തിട്ടുള്ള വിശ്വസനീയമായ, എന്നാൽ വിശ്വസനീയമല്ലാത്ത ഇതുമുണ്ട് ഒത്തിരി. അപ്പം നമ്മൾ വായിക്കുമ്പം കൊരിന്ത്യർ ലേഖനം, കൊലോസ്യ ലേഖനം ഒക്കെ വായിക്കുമ്പോൾ നിങ്ങളത് പല സ്ഥലത്തോട്ട് സർക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ അകത്ത് ദാറ്റ്സ് എ ലോട്ട് ഓഫ് കോപ്പീസ്. പക്ഷേ ഒറിജിനൽസ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ന്യൂ ടെസ്റ്റ്മെൻ്റ് ഒന്നിൻ്റെയും. എന്നാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ കുറച്ച് ഫ്രാഗ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് കുമറാൻ സ്കൂളിനകത്തുണ്ട്. അപ്പം ഇതിനെപ്പറ്റി പറയുന്ന ഒരു തിയോഫിലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്നും അന്തിപ്പാസിനെ പറ്റി പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് ബ്രൂസ് ലോങ്നെക്കർ എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ എഴുതിയ ദ ലോസ്റ്റ് ലെറ്റേഴ്സ് ഓഫ് പെർഗമോം എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അകത്ത് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ആ ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കുറേ സാമ്പിൾസായിട്ട് ഈ സാമ്പിൾ പേജസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം കാണാൻ പറ്റുമോ? ഇതൊരു ഇതാണ്. പിന്നെ അടുത്ത വേറെ ഗ്ലാഡിയേറ്റർ സ്കൂളുണ്ടെന്നും പെർഗമത്തിലാണെന്നും ഉള്ള ഇത് എടുക്കുന്നുണ്ട്. അടുത്ത് വേണ്ട ഇത് തിയോഫിലോസിൻ്റെ മോനെ കൽപ്പർണിയസ് എഫെസോസിലെ ഉള്ള ആ ലെറ്ററിൻ്റെ ആദ്യമാണ്. കൽപ്പർണിയസ് അന്തിപ്പാസിന്, പെർഗമത്തിലെ നോബിൾമാനായ അന്തിപ്പാസിന് എഴുതുന്ന ലെറ്ററുകളാണ്. അപ്പം ഇനി വരുന്നത് ഉണ്ടോ, നേരെ തിരിച്ചാണ്. അന്തിപ്പാസ് കൽപ്പർണിയസിന് എഴുതുന്ന കോപ്പി ചോദിച്ചുകൊണ്ട് എഴുതുന്ന ലെറ്റേഴ്സാണ്. അപ്പം അങ്ങനെ ഇതേപോലത്തെ ലോസ്റ്റ് ബുക്കായിട്ടുള്ളതൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ നമ്മൾ ഇതൊന്നും വായിച്ച് നോക്കാൻ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് നമ്മൾ വായിച്ച് നോക്കാത്തതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നു, അതോ ക്രെഡിബിൾ അല്ലെന്ന് തോന്നിയത് കൊണ്ടാണ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇങ്ങനത്തെ ഒരു വ്യക്തികളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കണം. നമ്മൾ അത് വായിച്ച് നോക്കാതെ തിയോഫിലോസ് എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അവർ ഹ്യൂമൻ മിസ്റ്റേക്സ്. ബൈബിളും തെറ്റല്ല. അത് പക്ഷേങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർ പറയുമ്പം അത് ബൈബിളിലെ എററാണ്. ബൈബിളിൽ നിങ്ങൾ എന്തിനാണ് അതിന് അതോറിറ്റി കൊടുക്കുന്നത്, ഇത്ര കൊടുക്കുന്നുള്ള രീതി വേണം. ഇത് തെറ്റ്, ഇറ്റ്സ് നോട്ട് തെറ്റ്, ഇത് തെറ്റല്ല, മനസ്സിലായോ? ഇത് നമ്മളുടെ ഹ്യൂമൻ എറേഴ്സ്, കാണാതെ പോയതോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയതോ ഇതൊക്കെ. അപ്പോൾ ഈ 1970-കളിൽ 70-ലും 80-ലും ദേവദാസന്മാരെ യെരുശലേമിലോട്ടൊക്കെ പോയി ഒരു ഇപ്പം ബിൽ മോൺസ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ എപ്പോഴും പറയുണ്ടായി. ആ ദേവദാസൻ ഒരു ദിവസം ഒരു ചർച്ചിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് KJVക്കകത്ത് തെറ്റുണ്ടെന്ന്, ഹ്യൂമൻ എറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ പറയുണ്ടായി, ഇഫ് ദിസ് ബുക്ക് ഈസ് ഗുഡ് ഇനഫ് ഫോർ പോൾ, ഇറ്റ്സ് ഗുഡ് ഇനഫ് ഫോർ മീ എന്ന് പറയുണ്ടായി. എന്ന് വെച്ചാൽ ഇത് പൗലോസിന് ഇത് കൊള്ളാമെങ്കിൽ എനിക്കും ഇത് കൊള്ളാം. അപ്പം ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് പൗലോസ് എഴുതിയത് ESV ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലോട്ടാണെന്നൊക്കെ. അപ്പം അതേപോലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ആദ്യമൊക്കെ ഇത്
ആരെയും കുറ്റം പറയാനില്ല കേട്ടോ. കാരണം ഞാനും വായിച്ചത് ഇതേപോലെ എൻ്റെ ചിന്താഗതികളും ഇതൊക്കെ. അപ്പം അങ്ങനെ വായിച്ച് ഓരോ ലെയർ ബൈ ലെയർ നോളജ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഇറ്റ്സ് അവർ ഫോൾട്ട്. ഇത് ബൈബിൾ അറിയാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സമയമെടുത്ത് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാത്തത് കൊണ്ട് അതിനാൽ സംഭവിക്കുന്നതാണ് ഇത്. അതേപോലത്തെ ഈ ദേവദാസി ഇങ്ങനെ ഗുന്നയുടെ പറഞ്ഞു എന്നെ ആദ്യമായിട്ട് സുവിശേഷമൊക്കെ പറയാൻ പോയപ്പം ഇവിടുന്നുള്ള അമേരിക്കൻസായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ജീസസ് ക്രൈസ്റ്റ് യഹൂദനാന്ന് പറയുമ്പോൾ ആ ഒരു കണ്ണൊക്കെ മെഴിച്ച് എന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കും. വി ഹെയ്റ്റ്സ് യഹൂദൻസ് ജൂയിഷ് പീപ്പിൾ ആൻഡ് അവരല്ലേ യേശു ക്രിസ്തുവിനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ആർഗ്യുമെൻറ്റ്സ് ഇങ്ങോട്ട് വരും. യെസ്, അത് ചെറിയൊരു ഭാഗം യെസ് അന്നത്തെ വന്നു. പക്ഷെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആസ് എ ജൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും ഇപ്പം എൻ.ടി. റൈറ്റ് പറയുന്നതല്ലേ 1-ാം സെഞ്ചുറി എഴുതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ 21-ാം സെഞ്ചുറി അല്ലെങ്കിൽ 22-ാം സെഞ്ചുറിയിലെ കാഴ്ചപ്പാടിൽ കണ്ട തെറ്റുവരും. ഡെഫിനറ്റ്ലി തെറ്റുവരും. ആ ഹ്യൂമൻ എറേഴ്സ് വന്നിട്ട് നമ്മൾ പിന്നെ ബൈബിളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് അവർ ഫോൾട്ട്. അത് നമ്മൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് തെറ്റ് ഉണ്ടാകണം. അതേപോലെ വാക്കുകളുടെ അർത്ഥങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇനിയുള്ള എൻ്റെ വീഡിയോകളിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ബൈബിളെ ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ ഓരോ വേർഡ് ബൈ വേർഡ് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. പക്ഷെങ്കിൽ ആ വേർഡ് ബൈ വേർഡ് എടുത്തു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോവും എന്നാണ് ബിൽ മോൺസ് ദേവദാസ് പറഞ്ഞിട്ടുള്ളതും. അങ്ങനത്തെ ഒരു രീതി വന്നതുകൊണ്ടാണ് NLT എന്ന് പറഞ്ഞ ബുക്ക് ഫുൾ വേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇല്ലെന്നല്ല, വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ആശയത്തോടെ മനസ്സിലാക്കുക, ആ കോണ്ടെക്സ്റ്റിന് അനുസരിച്ചുള്ള മീനിങ്ങാണ് വേർഡ്സിന് കൊടുത്തേക്കുന്നത്. ഇപ്പം ആ ഒരു സെയിം എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പം ഇംഗ്ലീഷിൽ എല്ലാ സ്ഥലത്തും ഇന്ന മനസ്സിലായി. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് വരുന്ന ഇന്ന ഗസ്റ്റ് റൂമും മറ്റേ രണ്ട് വേർഡ്സാണ്, രണ്ട് ആശയങ്ങളാണ്. പക്ഷെങ്കിൽ ഇംഗ്ലീഷ് വരുമ്പം നമ്മളത് കൂട്ടി വായിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതിരുന്ന് അന്ന് ഏത് കാലഘട്ടത്താണെന്നും ആ ജൂയിഷ് കൾച്ചറും അവിടുത്തെ ഡേറ്റും മഴകളും ഇതുമൊക്കെ മനസ്സിലാക്കാതിരിക്കുന്ന ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും അതൊക്കെ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് അവർ ഫോൾട്ട്. നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പം അങ്ങനെയൊരു പ്രസവം നടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. 21st സെഞ്ചുറി നമ്മുടെ അമേരിക്കൻസിനും ഒക്കെ നമുക്കൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു നൈജീരിയൻ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ 24 വയസ്സ് താഴെയുള്ളൂ. ആ ആൾ എനിക്കൊന്നു ലേറ്റ് 90s അല്ലെ ഏർലി 2000 ആ ആൾ ആ വ്യക്തി ജനിച്ച് ആ സമയത്ത് പറയുണ്ടായി അവർ നൈജീരിയയിൽ അന്ന് ആശുപത്രിയിലല്ല ജനിച്ചത്, ഒരു ഇതേപോലുള്ള സ്ഥലത്താണ് ജനിച്ചതെന്നും. അപ്പോൾ എനിക്ക് അത്ര വിശ്വാസം വന്നില്ല. കാരണം എൻ്റെ കോൺസെപ്റ്റ് ആശുപത്രിയിൽ പോകുന്ന ഒരു ഇതായിരുന്നു. ഞാൻ പിന്നെ പോയി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും, പല ആൾക്കാരോട് ചോദിക്കുകയും ചെയ്തപ്പം അവർ പറഞ്ഞു ഇപ്പോഴും ഇതേപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളും ചില രാജ്യങ്ങളിൽ ഇതേപോലുള്ള കൗഷഡിലും വീടുകളിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്, പ്രസവം നടത്തുന്നുണ്ടെന്ന്. അപ്പം അതൊക്കെ കണ്ട് വായിച്ചപ്പോഴത്തേക്ക് ദിസ് ഇസ് നോട്ട് ഹാർഡ് ടു ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷേ നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിലെ രീതി ചിന്തിച്ചാൽ എല്ലാം തെറ്റ് വരും. അപ്പം എൻ്റെ പറയാൻ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ഇതേപോലുള്ള രീതിയിലായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത്. ബട്ട് വൺസ് അറിഞ്ഞപ്പം അതെല്ലാം മാറി. പിന്നെ വേർഡ്സിനും ഇതിനെല്ലാത്തിനും ഡിഫറെൻറ്റ് ഒരു നമ്മളുടെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ കാണാതെ ആ ഒറിജിനൽ ലാംഗ്വേജിൽ വായിച്ച അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും ഭൂമിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ഹീബ്രു വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്.
അതിന് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ബൈബിളിലെ നമുക്ക് ഒത്തിരി അറിയാൻ, ഒത്തിരി ഡെപ്തായിട്ട് അറിയാനും, നമുക്ക് പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച് നമുക്കറിയാം ഇത് ബൈബിളെ തെറ്റല്ല, ഹ്യൂമൻ എറേഴ്സ്. അപ്പം അടുത്ത പ്രാവശ്യം ഒരു ജെനസിസിൻ്റെ ഒരു ഓവർവ്യൂ പറയും. അടുത്ത ആഴ്ച ഓവർവ്യൂ പറയുമ്പം അതിൻ്റെ അകത്തും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ തെറ്റുകൊണ്ടുണ്ടായ കുറേ തെറ്റുകൾ കാഴ്ചപ്പാട് കൊണ്ട് ഉണ്ടായ കുറവുകൾ അതിൻ്റെ അകത്ത് 1-2 ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കാം. അതേപോലെ ഈ വീഡിയോ ബാക്കിലോട്ട് ചെയ്യുന്നത് എനിക്ക് വീഡിയോ ബാക്കിലാക്കാൻ പറ്റത്തില്ല എന്ന് അറിയത്തില്ലായിരുന്നു. ഇനി അതും ഞാൻ ചെയ്ത് ശരിയാക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നതോ ഇറ്റ്സ് ഹ്യൂമൻ എറർ, ഇറ്റ്സ് നോട്ട് ബൈബിൾ 7 times റീഫൈൻ ചെയ്ത് സിൽവർ പോലാണ്. ഇറ്റ് ഹാസ് നോ എറർ. ഇറ്റ്സ് അവർ ഫോൾട്ട്. വി നീഡ് ടു ഓൺ ഇറ്റ്. നമ്മളത് ഓൺ ചെയ്യണം. നമ്മളുടെ തെറ്റ സംബന്ധിച്ച് മനസ്സിലാക്കി അത് കൂടുതൽ റെവറൻസോട് ദൈവവചനം നമ്മൾ ദൈവത്തെ പഠിക്കുന്ന ഒരു റെവറൻസോടുകൂടി ഫിയറോടുകൂടി നമ്മളത് പഠിച്ച് അത് ഒരു പരിശുദ്ധനായ ദൈവത്തിനെ പറ്റിയ കാഴ്ചപ്പാടെന്നുള്ള രീതി ആ ഭയഭക്തിയോട് പഠിക്കുമ്പം എന്നെ എപ്പോഴും എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള കുറേ ദേവദാസന്മാരുണ്ടല്ലോ. ഒരു ദേവദാസാണ് പി.ടി. തോമസ് മാസ്റ്റർ എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യരുത്. അപ്പോൾ എവറി ടൈം നമ്മൾ വേർഡ് എടുക്കുമ്പോൾ ദൈവമേ ഹോളി സ്പിരിറ്റിനാൽ എൻ്റെ ഹൃദയങ്ങളിലെ കണ്ണുകളെ തുറക്കണമേ, അത് മനസ്സിലാക്കി തരണമേ, അത് വായിച്ച് പഠിക്കുവാൻ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പം എവറിത്തിങ് വിൽ മേക്ക് സെൻസ്. അപ്പം ഇനിയും ഒത്തിരിയും കാര്യങ്ങൾ അറിയാനുണ്ടായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടുകൾ ഇനിയും ഇപ്പം തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഇനി ഡാൻ വാലൻസ് പറഞ്ഞ പോലെ 3 ഐസ്ബർഗിൻ്റെ ടിപ്പുണ്ടെങ്കിൽ ആ ടിപ്പിൻ്റെ പിന്നെ ഒരു ടിപ്പിൻ്റെ അത്രയുള്ള അറിവ് നമ്മളിതുവരെയായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. അപ്പം ഇനി അറിയാൻ കിടപ്പുണ്ട് ലോട്ട് മോർ. അപ്പം ഇത്ര അറിഞ്ഞതിൽ നിന്ന് അപ്പം എനിക്ക് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക, ബൈബിൾ മോർ സീരിയസ് ആയിട്ട് എടുക്കുക, അത് വായിക്കുക, പഠിക്കുക, എന്നിട്ട് ഹോളി വൺസിനെ പറ്റി പരിശുദ്ധനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള അറിഞ്ഞ് നമ്മുടെ ജീവിതം അത് ശരിയാക്കുക. ഓക്കെ, അപ്പം ഈ ആഴ്ചയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച ജെനസിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് പോലുള്ള പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വേർഡ് ബൈ വേർഡ് ജെനസിസ് 1 തൊട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി നിർത്താം. ഞങ്ങൾ സ്വതന്ത്രതാവേ ഇത്രയും നേരം ദൈവമേ ഞങ്ങളപ്പത്തിൻ്റെ വചനം പിതാവിൻ്റെ വചനം ഷെയർ ചെയ്യാൻ ഇടയായി. ദൈവമേ പറഞ്ഞതെല്ലാം ദൈവമേ ഒരു കുറ്റമായിട്ട് ആർക്കും എടുക്കുവാണ്ടാക്കല്ലേ, എല്ലാം മനസ്സിലാക്കണമേ. എൻ്റെ ഭാഷയുടെ ലിമിറ്റേഷൻസുണ്ട്, അതെല്ലാം ഞാൻ അറിയുന്നു. എന്നെ ബലപ്പെടുത്തണമേ. അത് കേൾക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കുവാനും അത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും അത് ദൈവമേ നെക്സ്റ്റ് ടൈം ഒരു ഫിയറോടുകൂടി ഒരു റെവറൻസോടുകൂടി ചില സന്നിധി വരുവാനും ചില കൂടുതൽ അറിയുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാക്കുവാനും മാറ്റിമറിക്കാനും ഇടയാക്കണമേ. ദൈവമേ എൻ്റെ അടിയൻ്റെ നാക്കിനോട് വായോട് ദൈവമേ ഹോളി സ്പിരിറ്റിനാൽ പറയാം, ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ. ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവനാമമാത്രത്തിൽ സകലതും നാമമാത്രനായി തീരുമാനിക്കണമേ. ദൈവമേ അടിയൻ്റെ പുകച്ചോ ഒന്നും ഉണ്ടാവാടാക്കല്ലേ, ദൈവനാമമാത്രനായി തീരുമാനിക്കണമേ. വചനം കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ചെല്ലുവാനും അത് മനസ്സിലാക്കാനും ഒരു ദൈവിക സന്തോഷം ദൈവമേ അവരിൽ കൊടുക്കുവാനും ഒരു പരിവർത്തനം ഉണ്ടാകുവാനിടയാക്കണമേ. ദൈവമേ നല്ല നിലത്ത് വീണ് വിത്ത് പോലെ ആകുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു സഹായിച്ചാട്ടെ. യേശുവിനെ ആമേൻ.